ഹലോ ഗായ്സ്, നമ്മളിന്ന് പഠിക്കുന്നത് സി ഇൻ്ററിൻ്റെ ഓഡിറ്റ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ്. അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് നേച്ചർ, ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഓഫ് ഓഡിറ്റ്. ഇത് ഓഡിറ്റ് സബ്ജക്റ്റിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. എന്താണ് ഓഡിറ്റ്, ഓഡിറ്റിൻ്റെ സ്കോപ്പ് എന്താണ്, ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ നേച്ചർ എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഓഡിറ്റിൻ്റെ ലിമിറ്റേഷൻസ് എന്താണ്. അങ്ങനെ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് ചില നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്, ഒത്തിരി ഒന്നും ഇല്ല ആക്ച്വലി. നമുക്ക് എന്താണ് ഓഡിറ്റ് എന്ന് ആദ്യം പഠിക്കാം. ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഇതാണ്. ഇപ്പോൾ ഫസ്റ്റ് വൺ, ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ ആണ്. നമുക്കറിയാം ഓഡിറ്റ് എന്ന് പറയുന്നത് ചില കമ്പനികളിൽ നിർബന്ധമായിട്ടും നമ്മൾ നടത്തേണ്ട ഒരു സാധനമാണ്, അല്ലേ? അപ്പോൾ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ചെക്ക് ചെയ്യുന്നത്? ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ആ എൻറ്റിറ്റിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഓഡിറ്റർ പോയി ചെക്ക് ചെയ്യുന്നു. അത് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ നടത്തേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ ആണ് നടത്തേണ്ടത്. ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമുക്കറിയാം ചില റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുന്നിടത്ത്, ഇല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള എൻറ്റിറ്റീസിലൊന്നും പോയി ഓഡിറ്റർക്ക് പോയി ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? നമുക്കൊരു റിലേഷൻ, ഒരു ബന്ധം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും റിലയബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. കാരണം എന്താണ്? അഷുറൻസ് നമുക്ക് കൊടുക്കാനും പറ്റത്തില്ല. കാരണം ഇപ്പം എൻ്റെ ഇപ്പോൾ ഒരു ബ്രദറിൻ്റെ ഒരു കമ്പനിയിൽ ഞാൻ പോയി ഓഡിറ്റ് ചെയ്യുവാണെങ്കിൽ, എനിക്കിപ്പം അവിടെ എന്തെങ്കിലും ഒരു തെറ്റ് നടന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളതങ്ങ് സോൾവ് ആക്കി വിട്ടെന്ന് കണ്ണടച്ച് വിട്ട് നമ്മൾ ബാക്കി ഓഡിറ്റ് ചെയ്ത് വിടും. അപ്പം ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഓഡിറ്റിംഗ് ചെയ്യുന്ന ഓഡിറ്റർക്ക് പുറത്തുനിന്നുള്ള ആരുടെയും അഭിപ്രായങ്ങളും പുറത്തുനിന്നുള്ള ഒരു ഇൻഫ്ലുവൻസും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സിൽ ചില സ്റ്റാൻഡേർഡ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എന്താ? നമുക്ക് ചില ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേണം നമ്മൾ എക്സാമിൻ ചെയ്യാനായിട്ട്, ഓഡിറ്റ് പോയി ചെയ്യുമ്പോൾ. അപ്പോൾ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര ഓർത്താൽ മതി, ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ ആണ്. ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് വേറെ ഒരാളുമായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. നമ്മൾ നമ്മുടേതായ നമ്മുടെ സ്വയം ഇതിൽ വേണം നമ്മൾ പോയി ഓഡിറ്റ് ചെയ്യാനായിട്ടും. നമ്മുടെ കാഴ്ചപ്പാട്, നമ്മൾ എന്ത് കാണുന്നു അതാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. എന്നാലല്ലേ നമുക്കൊരു ഓഡിറ്റ് ചെയ്യുമ്പോൾ ഒരു അഷുറൻസ് കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു എൻറ്റിറ്റിയുടെ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്തൊക്കെ ആ എൻറ്റിറ്റിയിൽ നടന്നു, എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു, ഇതെല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇനി ഓഡിറ്റ് ചെയ്യുമ്പം നമ്മൾ എന്താ, ചെറിയ ഫേമെന്നോ വലിയ ഫേമെന്നോ അങ്ങനെയൊന്നുമില്ല. ഏതൊക്കെ ഫേമിന് ആപ്ലിക്കബിൾ ആകുമോ അവിടെയെല്ലാം നമ്മൾ ഓഡിറ്റ് ചെയ്യും. അതിപ്പം പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ഓർ നോട്ട് ആവാം. അതായത് ഇപ്പം ചില ട്രസ്റ്റുകൾ കാണാം, അല്ലാതെ ബിസിനസ് ചെയ്യുന്ന പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എൻറ്റിറ്റീസും കാണാം. അപ്പോൾ ഈ രണ്ട് പേർക്കും ഓഡിറ്റ് ആപ്ലിക്കബിൾ ആണ്. അല്ലാതെ ഇപ്പോൾ അവിടെ പ്രോഫിറ്റ് ഇല്ല, ട്രസ്റ്റാണ്, ചാരിറ്റബിൾ ട്രസ്റ്റാണ്, അവർക്ക് ഓഡിറ്റ് വേണ്ടാന്നൊന്നുമില്ല. അങ്ങനെ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്ന പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ഓർ നോട്ട് ആയിട്ടുള്ള ബിസിനസ് എൻറ്റിറ്റികൾ വരാം. അതിപ്പോൾ സ്മോൾ ആകാം, വലിയ ഫേം ആകാം. അതിൻ്റെ ലീഗൽ ഫോം ഒന്നും നമ്മൾ നോക്കുന്നില്ല ഓഡിറ്റിങ്ങിൽ. എന്നിട്ട് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ ഓഡിറ്ററിൻ്റെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്, എക്സ്പ്രസിങ് ആൻ ഒപ്പീനിയൻ ഡെയർ ഓൺ. അതായത് നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ള ഈ ഫിനാൻഷ്യൽ ഇൻഫോർമേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഒപ്പീനിയൻ പറയുന്നു. അതായത് ഈ ഓഡിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്തിട്ട് എന്തെങ്കിലും കള്ളത്തിന് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒപ്പീനിയൻ കൊടുക്കുന്നു, റീസണബിൾ ആയിട്ടുള്ള അഷുറൻസ് കൊടുക്കുന്നു, ഓർ അബ്സല്യൂട്ട് അഷുറൻസ് കൊടുക്കാൻ പറ്റുമോ നോക്കുന്നു. സാധാരണയായിട്ട് നമ്മൾ എപ്പോഴും ഓഡിറ്റ് ചെയ്യുമ്പോൾ എന്താണ്, റീസണബിൾ അഷുറൻസ് ആണ് കൊടുക്കുന്നത്. റീസണബിൾ അഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് 100% ഓഫ് അഷുറൻസ് അല്ല. അതായത് നമ്മളൊരു ഓഡിറ്റ് നമ്മൾ കണ്ടിട്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ ഇത് കറക്റ്റാണ്, സെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല? ഒരിക്കലുമില്ല. കാരണം എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫ്രോഡോ ഇററോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിലുണ്ടെങ്കിൽ നമ്മളൊരു അബ്സല്യൂട്ട് അഷുറൻസ്, അതായത് 100% ഓഫ് ഇത് കറക്റ്റാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എഫേഴ്സിനെ, ആ നമ്മുടെ ഒപ്പീനിയനെ ബേസ് ചെയ്തിട്ട് ആ കമ്പനിയിലെ ഇൻവെസ്റ്റേഴ്സ് ഇല്ലെങ്കിൽ ആരാണ് അതിനെ ബേസ് ചെയ്തിട്ട് പുറത്തുനിന്ന് ആരെങ്കിലും ഇപ്പോൾ ക്രെഡിറ്റേഴ്സ് കടം കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻ കേസ് ഈ കമ്പനി എന്തെങ്കിലും തരത്തിൽ പൂട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ബേസ് ചെയ്തായിരിക്കില്ലേ അവരതൊക്കെ ചെയ്തത്. സോ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് പ്രശ്നം വരാതിരിക്കാൻ, നമ്മുടെ കാര്യം സേഫ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു റീസണബിൾ അഷുറൻസേ കൊടുക്കുകയുള്ളൂ. റീസണബിൾ അഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഹൈ പെർസെൻറ്റേജ് ഓഫ് അഷുറൻസ്, ഹൈ ലെവൽ ഓഫ് അഷുറൻസ് എന്ന് പറയാം. അതായത് ഒരു കൂടിയ ഒരു അഷുറൻസ് ആണ്, പക്ഷേ 100% അഷുറൻസ് അല്ല. സോ അതൊക്കെ നമ്മൾ ഇനി പഠിച്ചു വരും. അപ്പോൾ മെയിൻലി നമ്മൾ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ഓർക്കുക, ഇത് കാണാതെ പഠിക്കാൻ
കാണാതെ ഒന്ന് പഠിക്കേണ്ട, ഇത്രയും ഓർത്താൽ മതി. ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ ആണ്. എന്തിനെയാണ് നമ്മൾ എക്സാമിൻ ചെയ്യുന്നത്? ഒരു ഫിനാൻഷ്യൽ ഇൻഫോർമേഷനെയാണ്. ഈ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ഉള്ളത് ആർക്കാണ്? ഒരു എൻറ്റിറ്റിക്കാണ്. ആ എൻറ്റിറ്റി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രോഫിറ്റ് ഓറിയന്റഡ് ഓർ നോട്ട് ആകാം. അതിൻ്റെ സൈസും നമ്മൾ നോക്കത്തില്ല. ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ് സൈസ്, ലീഗൽ ഫോം, വെൻ സച്ച് ആൻ എക്സാമിനേഷൻ ഇസ് കണ്ടക്ടഡ് വിത്ത് എ വ്യൂ ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ ദെയറോൺ. നമ്മൾ ഇങ്ങനെയൊക്കെ ഓഡിറ്റ് ചെയ്യുന്നതിൻ്റെ ബേസിസ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഒപ്പീനിയൻ പറയുക എന്നതാണ്. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞ ഒരു ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ജഡ്ജ്മെന്റ് ഓഫ് പേഴ്സൺ ഈസ് നോട്ട് സബോർഡിനേറ്റ് ടു ദി വിഷസ് ഓഫ് ഡയറക്ഷൻ ഓഫ് അനദർ പേഴ്സൺ. അതായത് വേറൊരാളുടെ ഡയറക്ഷൻ, വേറൊരാളുടെ ജഡ്ജ്മെന്റ് ഒന്നും നമ്മുടെ കാഴ്ചപ്പാടിനെ, നമ്മുടെ ഒപ്പീനിയനെ ബേസ് ചെയ്യാൻ പാടില്ല, നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. അത് തന്നെ ജഡ്ജ്മെന്റ് ഓഫ് എ പേഴ്സൺ, അതായത് നമ്മുടെ ജഡ്ജ്മെന്റ്, നമ്മുടെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഈസ് നോട്ട് സബോർഡിനേറ്റ് ടു ദി വിഷസ് ആൻഡ് ഡയറക്ഷൻ ഓഫ് അനദർ പേഴ്സൺ ആയിരിക്കരുത്. അത് തന്നെയാണ് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രദർ, അതായത് ആക്ച്വലി ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു ബ്രദറിനൊരു ബിസിനസ് ഉണ്ട്, നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. നമ്മൾ സി ആയിട്ട് നമ്മളോട് വന്ന് അവരുടെ ബിസിനസ് ഓഡിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്, അവിടെ ഒരു ഇൻഡിപെൻഡൻസ് ഇല്ല. കാരണം എന്താണ്, അവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. നമ്മുടെ ബ്രദറും നമ്മളുമായിട്ട് എന്താ സഹോദരങ്ങളാണ്. സോ അവിടെ എന്തെങ്കിലും തരത്തിലൊരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. സോ ഓഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേണം നമ്മൾ എക്സാമിൻ ചെയ്യാൻ. അത് ജസ്റ്റ് ഒരു ബേസിസ് ആണ്. ഇനി ഇതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ് വുഡ് നോട്ട് മിസ്ലീഡ് എനിബഡി ബൈ എൻഷുറിങ് ദാറ്റ്. അതായത് FS ആരെയും മിസ്ലീഡ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതായത് ഓഡിറ്റ് ചെയ്യുന്നവര്, ഓഡിറ്റേഴ്സ് ഈ FS വായിച്ചിട്ട് ആരെയും മിസ്ലീഡ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അതാണ് നമ്മുടെ പണി എന്ന് പറഞ്ഞിട്ട് എന്താ ഒപ്പീനിയൻ കൊടുക്കുക, കറക്റ്റായിട്ട് ഒരു ഒപ്പീനിയൻ കൊടുക്കുക. ആ ഒപ്പീനിയനെ ബേസ് ചെയ്താണ് ആൾക്കാർ ഓരോ ഡിസിഷൻ എടുക്കേണ്ടത്. അപ്പം നമ്മുടെ പണികൾ എന്തൊക്കെയാണ്? നമ്മളാണ് എൻഷുർ വരുത്തേണ്ടത്. നമ്മുടെ ഈ FS നോക്കിയിട്ട് ആരെയും മിസ്ലീഡ് ചെയ്യുകയില്ല എന്ന് ഉറപ്പ് വരുത്താൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ ഈസ് ദ അക്കൗണ്ട് ഹാവ് ഡ്രോൺ അപ്പ് വിത്ത് റെഫറൻസ് ടു എൻട്രീസ്. അതായത് നമ്മൾ FS ചെക്ക് ചെയ്യുമ്പോൾ അതിൽ ഓരോ എൻട്രീസ് കാണുമല്ലോ. ഓരോ എൻട്രീസുകൾ കാണും. ആ എൻട്രീസുകളെല്ലാം കറക്റ്റായിട്ട് അവിടെ നടന്നതാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് വേണമെങ്കിൽ ക്ലയൻറ്റ്, അതായത് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന അവിടുത്തെ ആൾക്കാരെയാണ് നമ്മൾ ക്ലയൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ക്ലയൻറ്റ് എന്തെങ്കിലും ചുമ്മാ കള്ളത്തരത്തിൽ എൻട്രീസ് ഉണ്ടാക്കിയിടാം. അതായത് ഇന്ന സെയിൽ നടന്നു, ഇന്ന പർച്ചേസ് നടന്നു. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ നോക്കണം ആ എൻട്രീസ് ഒക്കെ കറക്റ്റായിട്ടാണോ നടന്നത്. അക്കൗണ്ട്സുകൾ ഉണ്ടാക്കിയേക്കുന്നത് ഈ എൻട്രീസിനെ ബേസ് ചെയ്താണോ, ഈ എൻട്രീസുകളെല്ലാം കറക്റ്റായിട്ട് നടന്നതാണോ, ആഡിക്വേറ്റ്ലി സപ്പോർട്ടഡ് ബൈ എ സഫിഷ്യൻ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് എവിഡൻസ്. ഒരു എൻട്രീസിനെ ബേസ് ചെയ്താണ് നമ്മൾ അക്കൗണ്ട്സ് ഉണ്ടാക്കേണ്ടത്. ഇനി എൻട്രീസ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയായിരിക്കും? അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പർച്ചേസ് നടന്നു നമ്മളൊരു എൻട്രി എഴുതിയാൽ ആ പർച്ചേസിന് നടന്നിട്ടുള്ള ഇൻവോയ്സസ്, ബില്ല്, പർച്ചേസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഇൻവോയ്സ്, ഇല്ലെങ്കിൽ നമ്മൾ സെയിൽ ചെയ്തപ്പോൾ നമ്മൾ കൊടുത്ത ഇൻവോയ്സസ്, ടാക്സ് ഇൻവോയ്സസ്, അങ്ങനെ ബില്ല്, ഇതെല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്കൊരു എവിഡൻസ് ആണ്. കാരണം എന്താണ്, ഇങ്ങനെ ഒരു എൻട്രി നടന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമുക്ക് അക്കൗണ്ട്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മൾ അക്കൗണ്ട്സ് ചെക്ക് ചെയ്യേണ്ടത് എൻട്രീസിനെ ബേസ് ചെയ്തായിരിക്കണം. ആ എൻട്രീസ് എന്ന് പറയുന്നത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആ എൻട്രീസ് സഫിഷ്യൻ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് വെച്ചാണോ നമ്മൾ നോക്കണം. അടുത്ത പോയിന്റാണ് നൺ ഓഫ് ദ എൻട്രീസ് ഹവ് ബീൻ ഒമീറ്റഡ്. അതായത് ഒരു കമ്പനി നടന്നിട്ടുള്ള എല്ലാ എൻട്രീസുകളും അതിൽ കാണണം, FSൽ കാണണം. അല്ലാതെ ചില എൻട്രീസുകൾ ഒമിറ്റ് ആകാൻ പാടില്ല. അപ്പം നമ്മൾ ഒമിറ്റ് ആയിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉറപ്പ് വരുത്തണം. ഫസ്റ്റ് എന്താണ്, അക്കൗണ്ട്സിനെ ബേസ് ചെയ്യുന്നത് എന്താണ്? എൻട്രീസിനെ ബേസ് ചെയ്തായിരിക്കണം എൻട്രീസ് ഉണ്ടാക്കേണ്ടത്. ആഡിക്വേറ്റ് ആയിട്ടുള്ള സഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോപ്പർ എവിഡൻസിനെ ബേസ് ചെയ്തായിരിക്കണം. ആൻഡ് തേർഡ് വൺ ഈസ് എന്താണ്, ഈ എൻട്രീസ് എന്ന് പറയുന്നത് ഒന്നും തന്നെ ഒമിറ്റ് ആയിട്ട് പോകരുത്, അതായത് ഒന്നും വിട്ടു പോകാതിരിക്കണം. അതിൽ നാലാമത്തെ കേസാണ് ദ ഇൻഫോർമേഷൻ കൺവേർഡ് ബൈ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ക്ലിയർ ആൻഡ് അൺആംബിഗസ്. അതായത് ഈ FSലുള്ള ഇൻഫോർമേഷൻസ് എല്ലാം ക്ലിയർ ആൻഡ് അൺആംബിഗസ് ആയിരിക്കണം. അൺആംബിഗസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആംബിഗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരുത്തുക. അപ്പം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ FS, നമ്മൾ കൊടുക്കുന്ന ഒപ്പീനിയൻ, നമ്മുടെ ഇതെല്ലാം എന്തായിരിക്കണം, പുറത്തുനിന്ന് വായിക്കുന്നവർക്കും അതുപോലെ തന്നെ ആ FS എപ്പോഴും ക്ലിയർ ആൻഡ് അൺആംബിഗസ് ആയിരിക്കണം. ആർക്കും ഒരു തരത്തിലൊരു കൺഫ്യൂഷനും വരാൻ പാടില്ല. എല്ലാം പ്രോപ്പർ സെറ്റ് ആയിരിക്കണം. അടുത്താണ് FS എമൗണ്ട് ആർ പ്രോപ്പർലി ക്ലാസിഫൈഡ്, ഡിസ്ക്രൈബ്ഡ് ആൻഡ് ഡിസ്ക്ലോസ് ഇൻ കൺഫോമിറ്റി വിത്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അതുപോലെ തന്നെ FS പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ FS അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തിട്ടാണോ പ്രിപ്പയർ ചെയ്തേക്കുന്നത് നമ്മൾ നോക്കണം. ഇപ്പം ഓരോ പ്രോപ്പർലി ക്ലാസിഫൈഡ് ചെയ്തിരിക്കണം. അതായത് നമുക്കറിയാം AS അറിയാം, ഓരോ
അസറ്റിന് ഓരോരോ എസ് ഉണ്ട്. ഇപ്പം ലൈക്ക് എന്താണ്, ഇപ്പം നമ്മൾ ഇൻവെൻട്രീനെ ബേസ് ചെയ്ത് ഇൻവെൻട്രി AS2 ആണ്. അപ്പോൾ ഇൻവെൻട്രീനെ സംബന്ധിച്ചുള്ള എൻട്രി നമ്മൾ എഴുതുമ്പോൾ ഇൻവെൻട്രിക്ക് തന്നെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പ്രോപ്പർലി ക്ലാസിഫൈ ചെയ്ത് അത് ഡിസ്ക്രൈബ് ചെയ്ത് വേറൊരു തരത്തിൽ എഴുതണം. അത് AS ബേസ് ചെയ്ത്. അതുപോലെ ഓരോ തരത്തിലുള്ള പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് ആണ് AS10 അനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് മാറ്റി എഴുതണം. അങ്ങനെ ഓരോ എഫ്എസും നമ്മൾ ASനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് പ്രസന്റ് ആൻഡ് ട്രൂ ആൻഡ് ഫെയർ പിക്ചർ ഓഫ് ദി ഓപ്പറേഷൻ റിസൾട്ട്. അതുപോലെ തന്നെ ഈ FS എന്ന് പറയുന്ന ട്രൂ ആൻഡ് ഫെയർ പിക്ചർ നമുക്ക് തരണം. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്താണ് ഉറപ്പ് വരുത്തണം. ഈ FS കൊണ്ട് ആരെയും വഴിതെറ്റിക്കില്ല, ഇത് നോട്ട് മിസ്ലീഡ് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുന്നത് ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടാണ്. സോ അത് നമ്മൾ കഴിഞ്ഞു. അടുത്തത് ഇനി ജസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഓഡിറ്റിന് ഏതൊക്കെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ടെന്നാണ്. അത് ആക്ച്വലി ഇത്രയും സബ്ജക്റ്റുമായിട്ട് ഓഡിറ്റിംഗ് റിലേറ്റഡ് ഉണ്ട്. അതായത് ഓഡിറ്റിംഗ് നമുക്ക് അക്കൗണ്ട്സ് ആവശ്യമുണ്ട്, ലോ വേണം. ലോ എന്ന് പറഞ്ഞിട്ട് എന്താ, ബിസിനസ് ലോസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. കാരണം അക്കൗണ്ടിങ് ചെയ്യുന്നത് എന്താണ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അനുസരിച്ചൊക്കെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് FS ഒക്കെ. ലോയുടെ കേസുകളാണെങ്കിൽ എന്താണ്, നമുക്ക് ബിസിനസ് നോളേജ് ഒക്കെ വേണം. തേർഡ്, ഓഡിറ്റിംഗ് എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കണോമിക് എൻവയോൺമെന്റ് ഓഫ് ദ ക്ലയൻറ്റ് നമ്മൾ അതിനെപ്പറ്റി അറിയണം, അതുമായിട്ടൊരു നോളേജ് നമുക്ക് വേണം. ഓഡിറ്റിംഗ് ആൻഡ് ബിഹേവിയർ സയൻസ്, ലൈക്ക് ബിഹേവിയർ സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഹ്യൂമൻ ബിഹേവിയർ, നമ്മളുമായി ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ ഉൾപ്പെടുന്നവരുമായിട്ട് നമുക്കൊരു നോളേജ് വേണം. പിന്നെ ഓഡിറ്റിങ്ങിൽ എന്താ, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, സാമ്പിളിംഗ് ഒക്കെ ചെയ്യാനായിട്ട് വേണം. പിന്നെ ഓഡിറ്റിംഗ് ആൻഡ് ഡേറ്റ പ്രോസസ്സിംഗ്, പിന്നെ ഓഡിറ്റിംഗ് FM നമ്മൾ ഓൾറെഡി ഇന്റർവ്യൂവിലെ സബ്ജക്ട്സ് പഠിക്കുന്നതാണ്. അതായത് എന്താ, ഫിനാൻഷ്യൽ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഓഡിറ്റിംഗ് ആൻഡ് പ്രൊഡക്ഷൻ. അതായത് ജസ്റ്റ് ഇത് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, അതായത് ഓഡിറ്റിങ്ങിൽ ഏതൊക്കെ സബ്ജക്റ്റ് ഇൻക്ലൂഡഡ് ആണ്, നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് തന്നെയാണ് ആക്ച്വലി നോക്കി അക്കൗണ്ടിങ് നമ്മുടെ ഇന്റർവ്യൂവിലെ സബ്ജക്റ്റ് ആണ് ലോസ്. അതുപോലെ തന്നെ എന്താണ്, FM ഉണ്ട്, പിന്നെ പ്രൊഡക്ഷൻ, ലീക്ക്, കോസ്റ്റിംഗ് ആൻഡ് എക്കണോമിക്സ്, ബിഹേവിയർ സയൻസ്. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓഡിറ്റിംഗ് ആയിട്ട് ഇതിപ്പോൾ ഏകദേശം എല്ലാ മേഖലകളുമായിട്ട് ബന്ധമുണ്ടെന്നൊരു രീതിയാണ്. അതൊന്നും ഇമ്പോർട്ടൻ്റ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ്. ഓഡിറ്റിംഗിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഈ SI 200 ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. അപ്പം SI 200 എന്തൊക്കെയാണ് പറയണേന്ന് നോക്കാം. ഓവറോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റർ ആൻഡ് കണ്ടക്ട് ഓഫ് ആൻ ഓഡിറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് SI. അതായത് ഫസ്റ്റ് നമ്മൾ ഓഡിറ്റിംഗ് ചാപ്റ്റർ പഠിക്കുമ്പോൾ ഫസ്റ്റ് SI ആണ് SI 200 നമ്മൾ പഠിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ്. ഇൻ കേസ് ഓഫ് ഓഡിറ്റിൻ്റെ കേസിൽ വരുമ്പോൾ നമ്മൾ SI എന്നാണ് പറയുന്നത്, അതായത് സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ SI 200 ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് പഠിക്കേണ്ടത്. അപ്പോൾ ഇത് കാണാതെ പഠിക്കണം കേട്ടോ. ഈ ഹെഡിങ് തെറ്റൊന്നും വരുത്തരുത്. നമ്മൾ എഴുതുമ്പോൾ എക്സാമിന് എഴുതുമ്പോൾ SI 200 എന്ന് പറഞ്ഞിട്ട് ഫുള്ളായിട്ട് എഴുതണം. അപ്പോൾ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ടു ഒബ്റ്റെയിൻ റീസണബിൾ അഷുറൻസ് എബൌട്ട് വെദർ FS are whole or free from material misstatement whether due to fraud or error. ഞാൻ പറഞ്ഞു, നമ്മൾ FS ചെക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു റീസണബിൾ അഷുറൻസ് വേണം കൊടുക്കാനായിട്ട്. അതായത് ഫ്രോഡോ ഇററോ ഒക്കെ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. FS മെറ്റീരിയൽ ഈ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, തെറ്റാണ്. മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മെറ്റീരിയൽ ആണെന്ന് നമ്മൾ പറഞ്ഞാൽ എന്താ, നമുക്കത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ എന്തെങ്കിലും തെറ്റ് അതിലുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. എന്തെങ്കിലും നമ്മുടെ ക്ലയൻറ്റ് ഫ്രോഡോ ഇറർ കൊണ്ടോ എന്തെങ്കിലും ഒരു മിസ്റ്റേറ്റ്മെന്റ് നമ്മുടെ FSൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെക്ക് ചെയ്തിട്ട് അത് നമ്മളൊരു ഒപ്പീനിയൻ പറയുക. ഇതാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മളൊരു റീസണബിൾ അഷുറൻസ് കൊടുക്കുക. അവരുടെ FS നമ്മൾ ചെക്ക് ചെയ്തിട്ട് അത് എന്തെങ്കിലും മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ടോ, അത് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റിൽ നിന്നെല്ലാം ഫ്രീ ആണ്, അതായത് ഒരു തെറ്റും ഇല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇൻ കേസ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മൾ അതും പറയണം കേട്ടോ. അപ്പം ഫസ്റ്റത്തെ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ തെറ്റുണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മളൊരു ഒപ്പീനിയൻ പറയുക. പിന്നെ ഒരു കേസാണ് ഇതാണ്, നമ്മുടെ നമ്മൾ FS ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത് AFRF ബേസിസ് ചെയ്താണ് ആണോ നമ്മൾ പറയണം. അതായത് ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് വെച്ചാണോ നമ്മൾ FS പ്രിപ്പയർ ചെയ്തേക്കുന്നത് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അതൊക്കെ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ആണ്. അതിനെ ബേസ് ചെയ്ത് വേണം നമ്മൾ ഓഡിറ്റ് ചെയ്യാനായിട്ട്. അടുത്ത കേസാണ് ടു റിപ്പോർട്ട് ഓൺ FS ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഇസ് റിക്വയർഡ് ബൈ ദി SAs. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, ആ FS
നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് ടു ഒബ്റ്റെയിൻ റീസണബിൾ അഷുറൻസ് നമ്മൾ കൊടുക്കുക. രണ്ടാമത്തെ കേസ് എന്താണ്, നമ്മൾ എന്താണോ കണ്ടിട്ടുള്ളത് എസ് എ വെച്ചിട്ട് നമ്മൾ ആ ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. എസ് എയുടെ ബേസിസിൽ വേണം നമ്മളിത് റിപ്പോർട്ട് ചെയ്യാനായിട്ട്. നമ്മൾ എന്താണോ കണ്ടത് ആ കാര്യം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, റിപ്പോർട്ടിനെ ബേസ് ചെയ്താണ്. നമ്മൾ ഒപ്പീനിയൻ പറയുന്നത് അതുപോലെയല്ലേ, ഒരു റിപ്പോർട്ടിനെ ബേസ് ചെയ്താണ്. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് എസ് ഐസിനെ ബേസ് ചെയ്തായിരിക്കും. എസ് ഐ മീൻസ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ റിപ്പോർട്ട് ഉണ്ടാക്കുക. പിന്നെ ഇതാണ് ഇവിടെ പറയുന്നുണ്ട് റീസണബിൾ അഷുറൻസ്. ഞാൻ ഫസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ റീസണബിൾ അഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്സല്യൂട്ട് അഷുറൻസ് അല്ല. ആക്ച്വലി അത് രണ്ടും ഡിഫറെൻ്റ് ആണ്. രണ്ടും രണ്ട് തലത്തിലാണ്. അബ്സല്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് അഷുറൻസ് ആണ്. അതായത് ഒരു മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റും ഇല്ല, ആർ ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്റ്റേക്ക് 100% ഉറപ്പ് കൊടുക്കുന്ന കംപ്ലീറ്റ് അഷുറൻസ് ആണ് നമ്മുടെ അബ്സല്യൂട്ട് അഷുറൻസ് എന്ന് പറയുന്നത്. പക്ഷേ റീസണബിൾ അഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് എ കംപ്ലീറ്റ് ഗ്യാരണ്ടി ഫുൾ തരുന്നില്ല. ഒരു ഹൈ ലെവൽ ഓഫ് അഷുറൻസേ തരുന്നുള്ളൂ ഈ റീസണബിൾ അഷുറൻസ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഓഡിറ്റർ റീസണബിൾ അഷുറൻസ് ആണ് കൊടുക്കുന്നത്. അബ്സല്യൂട്ട് അഷുറൻസ് കൊടുക്കാനായിട്ട് പറ്റുമോ? ഇല്ല. പറ്റുന്ന സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു എററോ ഫ്രോഡോ നമുക്ക് കാണാൻ പറ്റാത്ത തരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അബ്സല്യൂട്ട് അഷുറൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ പണിയാവും. സോ റീസണബിൾ ആയിട്ടുള്ള ഹൈ ലെവൽ ഓഫ് അഷുറൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തു. ഇനി ഇമ്പോർട്ടൻ്റ് കാര്യമാണ് സ്കോപ്പ് ഓഫ് ഓഡിറ്റ്. അതായത് സ്കോപ്പ് ഓഫ് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡിറ്റിൻ്റെ വർക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും, വാട്ട് ഇറ്റ് ഇൻക്ലൂഡ്, ഓഡിറ്റിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ആവണം എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. 3 പോയിന്റാണ് പറയുന്നത്. ഫസ്റ്റ് തിങ്, കവറേജ് ഓഫ് ഓൾ ആസ്പെക്ട് ഓഫ് എൻറ്റിറ്റി. അതായത് നമ്മൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ആ എൻറ്റിറ്റിനെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തണം. അതാണ് ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കേസ് എന്താണ്, റിലയബിലിറ്റി ആൻഡ് സഫിഷ്യൻസി ഓഫ് ഇൻഫോർമേഷൻ. അതായത് ഈ ക്ലയൻറ്റ് നമുക്ക് തന്നിട്ടുള്ള ഈ അക്കൗണ്ടിങ് റെക്കോർഡ്സ്, ഡേറ്റാസ് ലൈക്ക് ബില്ല്, വൗച്ചേഴ്സ്, ഡോക്യുമെൻറ്റ്, ഇതൊക്കെ നമുക്ക് ക്ലയൻറ്റ് കാണിച്ചു തരുമല്ലോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് റിലയബിൾ ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ലൈക്ക് ഈ അതോ ചുമ്മാ കള്ളത്തരത്തിലുള്ള ബില്ല്, ഇൻവോയ്സസ് ഒക്കെ ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ ബില്ലിനെ ബേസ് ചെയ്ത് നമ്മൾ ഓരോ എൻട്രീസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ക്ലയൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പം ആ എൻട്രീസ് ഒക്കെ കറക്റ്റ് ആണോ, റിലയബിലിറ്റി ആണോ, നമുക്ക് ഇൻഫോർമേഷനിലേക്ക് എത്തുന്ന തരത്തിലുള്ള സഫിഷ്യൻസി അതിലുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. സോ ഇതൊക്കെ അതിൻ്റെ എന്താണ്, സ്കോപ്പാണ്. അടുത്ത മൂന്നാമത്തെയാണ് ഇത് പ്രോപ്പർ ഡിസ്ക്ലോഷർ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ. പ്രോപ്പർ ഡിസ്ക്ലോഷർ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, the auditor should decide whether relevant information is properly disclosed in the FS. നമ്മൾ നോക്കണം നമുക്ക് ആവശ്യമുള്ള ഈ FSലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആവശ്യമുള്ളതാണോ, നമുക്ക് റിലവൻ്റ് ആണോ, നമുക്ക് ഉപകാരപ്പെടുന്നതാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഈ 3 കാര്യങ്ങളാണ് മെയിൻലി സ്കോപ്പ് ഓഫ് ഓഡിറ്റ്. ഒന്നാമത്തെ കാര്യം കവറേജ് ഓഫ് ഓൾ ആസ്പെക്ട് ഓഫ് എൻറ്റിറ്റി. അതായത് എൻറ്റിറ്റിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും FSലുണ്ടോ, അതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കേസ് എന്താണ്, നമുക്ക് തരുന്ന ഡേറ്റകൾ ഇതെല്ലാം റിലയബിലിറ്റി ആണ്, സത്യസന്ധമായിട്ടുള്ളതാണ്, സഫിഷ്യൻ്റ് ആണോ നമുക്ക് ഒപ്പീനിയനിലേക്ക് എത്താൻ. മൂന്നാമത്തെ കാര്യം എന്താണ്, പിന്നെ നമ്മൾ വേറൊരു കാര്യം ഇവിടെ ഉണ്ട്, ലൈക്ക് ഇന്റേണൽ കൺട്രോൾ. അവിടെ ആഡിക്വേറ്റ് ആയിട്ട് ഇന്റേണൽ കൺട്രോൾസ് ഒക്കെ ക്ലയൻറ്റ് നടത്തുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഇന്റേണൽ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലയൻറ്റ് തന്നെ അവിടെ സെറ്റ് ചെയ്യുന്ന കുറച്ച് കൺട്രോളാണ്. അതായത് ക്ലയൻറ്റിൻ്റെ ഓഫീസിൽ വേറെ തരത്തിൽ അവർ തന്നെ ഫ്രോഡ് ചെയ്യാതിരിക്കും, ക്ലയൻറ്റിൻ്റെ എംപ്ലോയീസ് ഒന്നും ഫ്രോഡ് ചെയ്യാതിരിക്കാനായിട്ട് ക്ലയൻറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ചില ഇന്റേണൽ കൺട്രോൾസുകളെയാണ് ചില കൺട്രോളുകളാണ് ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുന്നത്. സോ അതൊക്കെ ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യുക. ഒന്ന് നമ്മൾ പ്രോപ്പറായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുക, അതായത് റിലവൻ്റ് ആയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളാണോ FSലുള്ളത് എന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ അതിന് വേണ്ട പ്രോപ്പറായിട്ട് ഡിസ്ക്ലോഷർ നമ്മൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്കോപ്പും പഠിച്ചു. അടുത്താണ് സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, വാട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ്. ഇനി സ്കോപ്പ് പഠിച്ചു. ഇനി അടുത്ത കാര്യമാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി ഓഡിറ്റ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ചെയ്യാൻ പറ്റില്ല. അതായത് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ഓഡിറ്റിങ്ങിൽ നിന്ന് പുറത്തുള്ള കാര്യങ്ങളാണ്, ഔട്ട്സൈഡ് ഡൊമൈൻ ഓഫ് ഹിസ് കോമ്പിറ്റൻസ്. അതായത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഡിറ്റർക്ക് ചില കാര്യങ്ങൾ പുള്ളിയുടെ പരിധിക്ക് അപ്പുറമാണ്, ലൈക്ക് പുള്ളിയുടെ കോമ്പീറ്റൻസിന് അപ്പുറത്തായ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ലൈക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ എൻറ്റിറ്റിയിൽ ഒരു മിഷനറി ഉണ്ട്, ആ മിഷനറി പോയി നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ കണ്ടീഷൻ, അതിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ലൈക്ക് അസറ്റ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അതിൻ്റെ ഇത്ര നാളെ അതിൻ്റെ ഡിപ്രിസിയേഷൻ ഉണ്ട്, അത് എന്താ അത്
അതിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ലൈക്ക് വേറെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ക്ലയൻറ്റിൻ്റെ ബിൽഡിംഗ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ലൈക്ക് ബിൽഡിംഗ് സ്ട്രോങ് സ്ട്രക്ചറാണോ, അതിൻ്റെ പില്ലർ എങ്ങനെയാണ്, ഏത് സിമെൻ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്, നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള എൻജിനീയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ഫീൽഡിൽ നിന്ന് നമ്മുടെ സ്കിൽസിനെ ബേസ് ചെയ്ത് നമ്മുടെ പണി എന്താണ്, ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്താൽ മതി. അല്ലാതെ നമ്മുടെ കോമ്പീറ്റൻസിന് അപ്പുറത്തുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. An auditor is not an expert in authentication of documents. പിന്നെ പറയുന്നത് ഓഡിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ് നോട്ട് എക്സ്പേർട്ട്. നമ്മൾ ഭയങ്കര എക്സ്പേർട്ടാണ് ഡോക്യുമെന്റ്സ് ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട്. അതായത് ഒരു ഡോക്യുമെന്റിന്റെ ഒരു സത്യാവസ്ഥ, അതായത് ഡോക്യുമെന്റ്സ് നമുക്ക് ക്ലയൻറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പം നമുക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യം മാത്രം നമുക്ക് നോക്കാൻ പറ്റും. അല്ലാതെ ഈ ഡോക്യുമെന്റ്സ് എത്രത്തോളം സത്യമാണ് എന്നൊന്നും നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്, ചിലപ്പം ഈ നമുക്ക് തരുന്ന ക്ലയൻറ്റ് മനഃപൂർവ്വം എന്തെങ്കിലും ഒരു ഫ്രോഡ് വരുത്താമെന്നുള്ള ഉദ്ദേശത്തെ വളരെ നൈസായിട്ട് കാര്യങ്ങൾ സെറ്റാക്കി നമുക്കൊരു ഡോക്യുമെൻ്റ് തന്നാൽ നമുക്കത് ചെക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് തെറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അത് നമ്മുടെ തെറ്റല്ല ആക്ച്വലി. അപ്പം ഓഡിറ്റർ ഈസ് നോട്ട് എക്സ്പേർട്ട് ഇൻ ഒതൻറ്റിഫിക്കേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്. അതുപോലെ തന്നെ എന്താണ്, ഓഡിറ്റ് ഈസ് നോട്ട് ആൻ ഒഫീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ. അതുപോലെ തന്നെ ഒരു ഒഫീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ അല്ല. അതായത് ഒരു ഫ്രോഡോ ഇരടോ നടന്നെന്ന് പറഞ്ഞ് നമുക്ക് പോയി ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാനൊന്നും നമുക്കുള്ള റൈറ്റ് ഇല്ല. നമുക്ക് എന്ത് കണ്ടുപിടിക്കുന്നോ കാണാൻ സാധിക്കുന്നോ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ മറ്റേ പോലീസും കോടതിയും പോലെ നമുക്ക് ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ഓഫ് ഒരു സ്പെഷ്യൽ പർപ്പസ്. അതായത് ഒരു കാര്യം നടന്നു, അതിനെപ്പറ്റി ഒരു സ്പെഷ്യലായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ അല്ല, നമ്മൾ ജസ്റ്റ് ഓഡിറ്റ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഒഫീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കാനായിട്ട് പറ്റത്തില്ല. സോ നമുക്ക് പറയാം, ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, സ്കോപ്പ് ഓഫ് ഓഡിറ്റ് ഈസ് ജനറൽ ആണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കുന്നു എന്നുള്ളൂ. പക്ഷെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നാരോ സ്പേസിൽ ഇടുങ്ങിയ ഒരു കാര്യങ്ങൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ചെക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഓഡിറ്റിങ്ങിൻ്റെ ഇതിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ആക്ച്വലി ഇങ്ങനെ വരാം, ഓഡിറ്റ് ഒരു ഒഫീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ അല്ല. അപ്പോൾ അത് കറക്റ്റ് ആണോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പറയാം, കാരണം ഒഫീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ അല്ല. കാരണം എന്താണ്, നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല, പവർ ഇല്ല. നമ്മളൊരു എക്സ്പേർട്ട് അല്ല. പിന്നെ നമ്മുടെ കോമ്പീറ്റൻസിന് അപ്പുറത്തോട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഓഡിറ്റിങ്ങിൻ്റെ സ്കോപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് പഠിക്കേണ്ടത് ഇൻഹെറൻറ്റ് ലിമിറ്റേഷൻ ഓഫ് ഓഡിറ്റ്. ഇത് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ്, ഇടയ്ക്കൊക്കെ എക്സാമിന് വരുന്നതാണ്. അതായത് ഓഡിറ്റിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഓൾസോ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. സോ ഇവിടെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തിങ് ഈസ് നേച്ചർ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. നേച്ചർ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ FS ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ക്ലയൻറ്റ് ചിലപ്പോൾ FS ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ കുറേ ജഡ്ജ്മെൻറ്റും ഒക്കെ അതിൽ ഉപയോഗിക്കും മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഈ FS ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ ജഡ്ജ്മെൻറ്റ് ആക്ച്വലി എന്താ കറക്റ്റ് ആണോ എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്, ചിലപ്പോൾ ഇവർ ചില ഊഹാപോഹങ്ങളൊക്കെ വെച്ചിട്ടാണ്, ചില അൺസർട്ടനിറ്റിയിലൊക്കെ വെച്ചാണ് ഈ ജഡ്ജ്മെൻ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ മാനേജ്മെൻറ്റ്. അപ്പം നമ്മൾ ഓഡിറ്റർ എന്ന് പറയുന്നത് മേ നോട്ട് ബി ഏബിൾ ടു ഒബ്റ്റെയിൻ അബ്സല്യൂട്ട് അഷുറൻസ് ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആർ ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഡ്യൂ ടു ഫ്രോഡ് ഓർ എറേഴ്സ്. അതായത് ഈ ക്ലയൻറ്റ് ആക്ച്വലി പ്രിപ്പയർ ചെയ്യുന്നത് എന്താണ്, അവരുടേതായ ചില ഊഹാപോഹങ്ങളൊക്കെ ഇട്ട് ജഡ്ജ്മെൻ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ FS പോയി ചെക്ക് ചെയ്യുന്നു. നമ്മൾ ആ FS പോയി ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും ഇത് കറക്റ്റാണ് സെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അബ്സല്യൂട്ട് അഷുറൻസ് ഒരിക്കലും ഓഡിറ്റ് തരത്തില്ല. അത് തന്നെയാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. സോ നേച്ചർ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ കേസ് അതാണ്. രണ്ടാമത്തെ കേസ് നേച്ചർ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയർ. ഓഡിറ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, The auditor carries out work by obtaining audit evidence through performance of audit procedures. അതായത് നമ്മൾ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ ചില പ്രൊസീജിയേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓഡിറ്റിന് ആവശ്യമായ തെളിവുകൾ കിട്ടും. അപ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ, അതായത് നമുക്കറിയാം ഇപ്പോൾ വലിയൊരു എൻറ്റിറ്റി ആണെങ്കിൽ അവിടെ കുറേ ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കും.
കുറേ ട്രാൻസാക്ഷൻ നടന്ന കുറേ തെളിവുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് ഇത് കറക്റ്റ് കാര്യം നടന്നതാണോ അല്ലേ എന്നൊക്കെ നമ്മൾ നോക്കാം. അതിന് കുറേ ടൈം കൺസ്യൂമിങ് ആവശ്യമാണ് അല്ലേ, ലോട്ട് ഓഫ് വർക്കും വേണം. പക്ഷെ നമുക്ക് ഓഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം പീരീഡ് അല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാ ട്രാൻസാക്ഷനും ഇരുന്ന് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ചിലപ്പോൾ എവിഡൻസും കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമുക്ക് പറയാം ഓഡിറ്റ് ഡസ് നോട്ട് ടെസ്റ്റ് ഓൾ ട്രാൻസാക്ഷൻസ്. അതായത് ഓഡിറ്റർക്ക് എല്ലാ ട്രാൻസാക്ഷനും ഒന്നും ചെക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഓഡിറ്റ് പ്രൊസീജിയർ ചില ലിമിറ്റേഷൻസ് വരാം. അടുത്ത പോയിന്റ് ആണ് അടുത്ത് പിന്നെ ഇതിൽ തന്നെ കുറേ കാര്യങ്ങൾ പറയുന്നതിലേക്ക് നമ്മൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് സാമ്പിൾസ് ആയിട്ട് എടുക്കുക. എന്നിട്ട് സാമ്പിൾസിനെ ബേസ് ചെയ്ത് ഇങ്ങനെ തന്നെ ആയിരിക്കും ബാക്കി കാര്യങ്ങൾ നടന്നെന്ന് നമ്മൾ അസ്യൂം ചെയ്ത് നമ്മൾ അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി വേറൊരു കേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാനേജ്മെന്റ്, അതായത് ക്ലയന്റ് നമുക്ക് ചിലപ്പോൾ ഒരു കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമുക്ക് തരത്തില്ല. നമ്മളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഫുള്ളായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടില്ലേ നമുക്ക് നമ്മുടെ ഓഡിറ്റ് പ്രൊസീജിയർ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് മാനേജ്മെന്റിനോട് ഫോഴ്സ് ചെയ്യാനൊന്നും പറ്റത്തില്ല. തരാൻ പറഞ്ഞ് ഇന്ന കാര്യത്തെപ്പറ്റി ഇന്ന ഡീറ്റെയിൽസ് തരാമെന്നും പറഞ്ഞ് നമുക്ക് ചോദിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ തന്നില്ലേ നമുക്ക് തരത്തില്ല. നമുക്കല്ലാതെ പോയി താന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം, അവർക്ക് തരാതിരിക്കാം. അപ്പോൾ ഇൻ കേസ് അവർ നമുക്കൊന്നും തന്നില്ലേ നമുക്ക് ആകെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ടു റിപ്പോർട്ട് ഓൺലി. എന്താണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ അത് വെച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമേ നമ്മുടെ പണിയുള്ളൂ. നമുക്കത് മാത്രമേ ചെയ്യാനും പറ്റത്തുള്ളൂ. In case the management consists of dishonest and unscrupulous people and may be itself involved in fraud. അതായത് ചിലപ്പോൾ മാനേജ്മെന്റ് ഡിസ്ഹോണസ്റ്റ് ആയിട്ടുള്ളവർ, ഈ അൺസ്ക്രപ്ലസ് പീപ്പിൾ അങ്ങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് എന്തെങ്കിലും തരത്തിൽ കള്ളത്തരങ്ങൾ ചെയ്യുക, വൃത്തികെട്ട രീതിയിൽ, ലൈക്ക് എന്താ നെഗറ്റീവായിട്ട് സെൻസിലാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ രീതി മനസാക്ഷി ഇല്ലാത്ത തരത്തിലൊക്കെ ഇവര് മനഃപൂർവ്വം ഇങ്ങനെ ഡിസ്ഹോണസ്റ്റ് രീതിയിൽ എഫേർട്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് തരുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യം കണ്ടുപിടിക്കാൻ പറ്റുമോ? അവർ തന്നെ ഒരു ഫ്രോഡ് ഉണ്ടാക്കി അത് മറച്ചു വെച്ച് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് അവർ ഓരോ കാര്യങ്ങൾ സോഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് കെയർഫുള്ളി ഓർഗനൈസ്ഡ് സ്കീംസിൽ ഈ മാനേജ്മെന്റ് ഫ്രോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഡിറ്റക്ട് ചെയ്യാനായിട്ടൊക്കെ വളരെ പാടായിരിക്കും അല്ലേ. നമ്മളെങ്ങനെ പഠിക്കാൻ, നമ്മൾ ഓഡിറ്റിംഗ് ഒക്കെ പഠിച്ച് നമ്മൾ പോയി എങ്ങനെയായി അവർ ചെയ്ത തെറ്റുകളൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ എത്ര ഓർത്താൽ മതി, ലൈക്ക് മാനേജ്മെന്റ് വളരെ കറക്റ്റായിട്ട് തെറ്റുകൾ ചെയ്ത് അത് കൺസീൽ ചെയ്ത് ഭയങ്കര ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഡോക്യുമെന്റ്സ് ഒക്കെ നമുക്ക് കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് വായിച്ച് നോക്കിയിട്ട് വാലിഡ് ആയിട്ട് നമ്മളത് വിചാരിക്കും, നമ്മളത് വിശ്വസിക്കും. സോ ആ കേസിൽ നമ്മളെന്താ പാവങ്ങളാണ്, നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. പക്ഷെ അത് ആക്ച്വലി ഇറ്റ്സ് ഫ്രോഡായിട്ടുള്ള ഒരു എഫേർട്സ് ആയിരിക്കും. പക്ഷെ നമ്മൾക്ക് കിട്ടിയ ബേസിൽ നമ്മൾ ഓർക്കും ഇത് കറക്റ്റാന്ന് ഓർത്ത് നമ്മൾ അതിനെ ബേസ് ചെയ്താണ് ഒപ്പീനിയൻ കൊടുക്കുന്നത്. അതൊക്കെ എന്താണ്, ലിമിറ്റേഷൻ ആണ്. ആക്ച്വലി നമുക്ക് അബ്സല്യൂട്ട് അഷുറൻസ് കിട്ടുന്നില്ല. മാനേജ്മെന്റിനോട് നമ്മളൊരു ഡൗട്ട് ചോദിച്ചിട്ട് അവർ കറക്റ്റ് ഇൻഫർമേഷൻ തന്നില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ ഇതൊക്കെ അതിൻ്റെ ലിമിറ്റേഷൻ ആണ്. തേർഡ് ലിമിറ്റേഷൻ, നോട്ട് ഇൻ നീഡ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. അത് തന്നെയാണ്. അതായത് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഒഫീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ അല്ല. നമ്മൾ ജസ്റ്റ് അതൊന്ന് എഫേർട്സ് പോയി കണ്ടിട്ട് അത് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഫ്രീ ആണ്, അതിൽ എന്തെങ്കിലും മിസ്സ്റ്റേറ്റ്മെന്റ് ഇല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുന്ന ഒരു പ്രൊസീജിയറാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമുക്ക് ഒരിക്കലും അബ്സല്യൂട്ട് അഷുറൻസ് ഓഡിറ്റിംഗ് കിട്ടില്ല. കാരണം എന്താണ്, അതൊരു ഇൻവെസ്റ്റിഗേഷൻ അല്ല, ഒഫീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ അല്ല. അതൊരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാം. അടുത്ത എന്താണ്, ടൈം ലൈൻസ് ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് ഡിക്രീസ് ഇൻ റെലവൻസ് ഓഫ് ഇൻഫർമേഷൻ ഓവർ ടൈം. അതായത് ഓരോ കാലം അതായത് നമ്മൾ ചെക്ക് ചെയ്യണത് എപ്പോഴാണ്, പഴയ കാര്യങ്ങളിൽ നടന്ന കാര്യങ്ങളാണ് നമ്മളിപ്പം ഓഡിറ്റിങ്ങിൽ ചെയ്യുക. അപ്പോൾ പണ്ട് കാര്യം നടന്ന ഒരു ഫ്രോഡ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു എന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നമ്മളത് കണ്ടുപിടിച്ചു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് അത് കോസ്റ്റ് കൂടും, ഇന്ന കാര്യം നടന്നു എന്നുള്ളൊരു കാര്യമല്ല. അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. നമുക്ക് ഉള്ള ഒരു കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ ഓഡിറ്റിങ്ങിൻ്റെ കേസിൽ ദ റിലവൻസ് ഓഫ് ഇൻഫോർമേഷൻ ഡിഗ്രീസ് ഓവർ ടൈം. കാലം കൂടും തോറും, അതായത് പഴയ കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ച് നമുക്കൊരു ഇൻഫോർമേഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല. ആൻഡ് ഓഡിറ്റർ കനോട്ട് വെരിഫൈ ഈച്ച് ആൻഡ് എവറി മെറ്റർ. അതുപോലെ തന്നെ ഓഡിറ്റർ എല്ലാ കാര്യങ്ങളും ഇരുന്ന് ചെക്കൊന്നും ചെയ്യത്തില്ല. സോ അത് തന്നെയാണ് അതിൻ്റെ ഒരു കാലം കൂടുന്നതും അതിൻ്റെ റിലവൻസ് കുറയുന്നുള്ളത്. ഈ ഫ്യൂച്ചർ ഇവൻറ്റ്സ് ലാസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡിറ്റർക്ക് ഫ്യൂച്ചർ ഇവൻറ്റ്സിന് ഇത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഇല്ല. നമുക്ക് ഫ്യൂച്ചറിൽ വരുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ഫ്യൂച്ചർ എപ്പോഴും അൺസർട്ടനിറ്റിയാണ്. മാർക്കറ്റ് കണ്ടീഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഫ്യൂച്ചർ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ നമുക്ക് ഇപ്പം എന്ത് കാര്യം സംഭവിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ വി കനോട്ട് പ്രിഡിക്റ്റ്
ഫ്യൂച്ചർ ഇവൻറ്റ്സ്. സോ അതൊരു എന്താണ് ഡിസഡ്വാൻറ്റേജസ് ആയിട്ടാണ് പറയുന്നത്. അതായത് ഓഡിറ്റ് സിംപ്ലി നമുക്ക് വി ക്യാൻ സേ ലൈക്ക് എന്താ ഓഡിറ്റർക്ക് കനോട്ട് പ്രെഡിക്ട് ഫ്യൂച്ചർ ഇവൻറ്റ്സ്. അതൊരു ലിമിറ്റേഷൻ. അപ്പോൾ ഇൻഹെറൻറ്റ് ലിമിറ്റേഷൻ നമ്മൾ 5 കാര്യങ്ങൾ പഠിച്ചു. അത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക. പിന്നെ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഒരു ഓഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു എൻഗേജ്മെന്റ് പ്രൊസീജിയർ നമ്മൾ നടത്തണം. ഒരു എൻഗേജ്മെന്റ് ഓഡിറ്റ് എൻഗേജ്മെന്റ് നടത്തണം. അതായത് ഓഡിറ്റ് എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡിറ്ററും ക്ലയന്റും തമ്മിൽ നടത്തുന്ന ഒരു എൻഗേജ്മെന്റ് ആണ്. അതായത് ഓഡിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നടത്തുന്ന ഒരു ഫോർമൽ എഗ്രിമെന്റ് ബിറ്റ്വീൻ ഓഡിറ്റർ ആൻഡ് ക്ലയന്റിനെയാണ് നമ്മൾ ഓഡിറ്റ് എൻഗേജ്മെന്റ് എന്ന് പറയുന്നത്. ഈ ബെനിഫിറ്റ് ഓഫ് ഓഡിറ്റ്, ഈ ഓഡിറ്റ് കൊണ്ടുള്ള അത്യാവശ്യം എന്താണ്? വൈ ഓഡിറ്റ് ഈസ് നീഡ്? എന്തുകൊണ്ടാണ് ഓഡിറ്റ് ആവശ്യമാണെന്ന് നമ്മൾ പറയുന്നത്? എല്ലാ കമ്പനികൾക്കും മിക്ക കമ്പനികൾക്കും ഓഡിറ്റ് ആപ്ലിക്കബിൾ ആവുന്നത്, അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് പോയിന്റ് ആണ് ഓഡിറ്റഡ് അക്കൗണ്ട്സ് പ്രൊവൈഡ് ഹൈ ക്വാളിറ്റി ഇൻഫർമേഷൻ. അതെ, നമ്മളൊരു ഓഡിറ്റ് റിപ്പോർട്ട് നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് ഭയങ്കര എന്താണ് വിശ്വാസമാണ്, ഔട്ട്സൈഡേഴ്സിന് ഭയങ്കര വിശ്വാസമാണ്. കാരണം എന്താണ്, ഹൈ ക്വാളിറ്റി ഇൻഫർമേഷൻസ് ആണ്. ലൈക്ക് ഇപ്പം കമ്പനിയിലെ ഒരാൾ കമ്പനിയുടെ കാര്യം പറയുന്നതാണോ വിശ്വാസം, അതോ ഒരു ഓഡിറ്റ് ചെയ്തിട്ട് ഓഡിറ്റർ ഒരു ഒപ്പീനിയൻ കൊടുക്കുവാണ്, ഈ എഫ്എസിൽ ഇങ്ങനെയൊക്കെയാണ്, ഈ കമ്പനി ഇങ്ങനെയാണെന്ന് പറയുകയാണ്, ഈ ഔട്ട്സൈഡേഴ്സിന് കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കുന്നത് ഓഡിറ്റ് ചെയ്ത ഡോക്യുമെന്റിലായിരിക്കും. സോ വി ക്യാൻ സേ യൂസേഴ്സിന് ഹൈ ക്വാളിറ്റി ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്ത് ഓഡിറ്റ് ചെയ്യുവാണെങ്കിൽ. കാരണം എന്താണ്, ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഓഡിറ്റ് റിപ്പോർട്ടും ഒക്കെ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട്. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, shareholders may or may not be involved in daily affairs of the company. The financials are prepared by the management consist of. അതായത് രണ്ടാമത്തെ കേസിൽ പറയുന്നത് എന്താണ്, ഇത് സെയിം തന്നെയാണ്. അത് ഇൻ കേസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കേസാണ്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് യൂസേഴ്സിന്, അതായത് പുറത്തുനിന്നുള്ള യൂസേഴ്സ് ഒരു കമ്പനിയുടെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് ക്വാളിറ്റി ആയിട്ടുള്ള ഇൻഫർമേഷൻ ഓഡിറ്റ് ചെയ്യുന്നതിലൂടെ കിട്ടുന്നു. രണ്ടാമത്തെ കേസ് എന്താണ്, ഷെയർ ഹോൾഡേഴ്സ്, അതായത് കമ്പനിയുടെ ഡേ ടു ഡേ അഫേഴ്സിൽ ഷെയർ ഹോൾഡേഴ്സിന് ഇൻവോൾവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പോൾ അവർ എഫേഴ്സിനെയൊക്കെ ബേസിസിൽ എഫേഴ്സ് ഒക്കെ കണ്ടിട്ടാണ് അവർ അവരുടെ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. സോ എഫേഴ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് മാനേജ്മെന്റ് ആണ്. അതൊക്കെ അത് കണ്ടുകൊണ്ട് മാത്രം നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. സോ ഒരു ഓഡിറ്റ് ചെയ്തിട്ടുള്ള എഫേഴ്സ് കാണുവാണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ ഒരു കോൺഫിഡൻസ് ആവും. അവർക്ക് അവരുടെ കാര്യങ്ങൾ, അവരുടെ കമ്പനിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതെല്ലാം ഷെയർ ഹോൾഡേഴ്സിന് കണ്ട് മനസ്സിലാക്കാൻ വിശ്വസിക്കാനായിട്ടൊക്കെ പറ്റും ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടുവാണെങ്കിൽ. മൂന്നാമത്തെ കേസ് എംപ്ലോയീസിൻ്റെ ബേസിസിൽ, അതായത് ഇപ്പം ഒരു ഓഡിറ്റ് നടക്കുന്നുണ്ട് എന്ന് കാണുവാണെങ്കിൽ എംപ്ലോയീസ് എന്തെങ്കിലും ഒരു ഫ്രോഡ് ചെയ്യുമോ? ഇല്ല. കാരണം എന്താണ്, ഇപ്പോൾ ഒരു ഫ്രോഡ് ചെയ്ത അടുത്ത മാസം ഓഡിറ്റ് ഉണ്ട്. അപ്പോൾ ഓഡിറ്റേഴ്സ് വന്ന് എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്ന് ചെക്ക് ചെയ്യുവാണെങ്കിൽ എംപ്ലോയീസിന് ഒരു പേടിയുണ്ട്. കാരണം എന്താണ്, ഇനി ഓഡിറ്റ് ചെയ്യുമ്പോൾ അവർ ചെയ്ത ഫ്രോഡ് എന്തെങ്കിലും കണ്ടുപിടിച്ചാലോ എന്ന് ഓർക്കും. അതുകൊണ്ട് സോ തന്നെ ഈ ഫ്രോഡ് കമ്മിറ്റ് ചെയ്യുന്നതിൽ നിന്ന് എംപ്ലോയീസിനെ തടയുന്നു. സോ അതൊരു അഡ്വാൻറ്റേജസ് ആണ്. അടുത്ത ഒരു അഡ്വാൻറ്റേജ് പോയിന്റ് ആണ് ഓഡിറ്റഡ് എഫേഴ്സ് ആർ ഹെൽപ്പ് ടു ഗവൺമെന്റ് അതോറിറ്റീസ് ഫോർ ഡിറ്റർമിൻ ടാക്സ് ലയബിലിറ്റീസ്. അതായത് ഓഡിറ്റ് ചെയ്ത ഒരു റിപ്പോർട്ട് കിട്ടുവാണെങ്കിൽ ഗവൺമെന്റിന് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു കമ്പനിയിൽ എത്ര ടേൺ ഓവർ ഉണ്ട്, എത്രയുണ്ട്, അവർക്ക് ടാക്സ് വരുന്നുണ്ടോ, എത്ര ടാക്സ് അവർ അടയ്ക്കണം എന്നുള്ളതൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഗവൺമെന്റിന്റെ ലെവലിൽ നിന്നുള്ള അഡ്വാൻറ്റേജസ് ആണ്. ഈ അഡ്വാൻറ്റേജസ് ഓരോരുത്തർക്കും ഓരോ മേഖലയിൽ നിന്നും കിട്ടുന്ന അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. അടുത്താണ് ഓഡിറ്റ് എഫേഴ്സ് ക്യാൻ ബി റിലൈൻഡ് അപ്പോൺ ബൈ ലെൻഡേഴ്സ്, ബാങ്കേഴ്സ് ഫോർ മേക്കിംഗ് ക്രെഡിറ്റ് ഡിസിഷൻ. അതുപോലെ തന്നെ ഓഡിറ്റ് റിപ്പോർട്ട് കണ്ടിട്ടാണ് ഈ ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഒക്കെ ലോൺ കൊടുക്കുന്നത്. ഇപ്പം ഒരു തരത്തിലുള്ള പ്രോഫിറ്റും ഇല്ലാത്തൊരു കമ്പനി പോയി ബാങ്കിൽ നിന്ന് പോയി ലോൺ എടുത്തു കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കുമോ? ഇല്ല. അപ്പോൾ അവർ അവരുടെ എഫേഴ്സ് ഓഡിറ്റ് റിപ്പോർട്ട് ചോദിക്കുക. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ കറക്റ്റ് കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്തിരിക്കുക. നമുക്ക് ഇത്ര പ്രോഫിറ്റ് ഉണ്ട്, ഇത്ര നമുക്ക് കപ്പാസിറ്റി ഉണ്ട് തിരിച്ചടയ്ക്കാൻ, റീപേയ്മെൻറ്റ്, നമ്മുടെ അസറ്റ് ലയബിലിറ്റി എത്രയാണ്, കറക്റ്റ് ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. സോ ബാങ്കിനൊക്കെ എൻഷുർ ചെയ്യാൻ പറ്റും ഇത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കിട്ടും എന്നുള്ളത്. സോ ബാങ്കിൻ്റെ രീതിയിൽ ക്രെഡിറ്റേഴ്സിൻ്റെ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഓഡിറ്റ് ചെയ്തിട്ടുള്ള എഫേഴ്സ് അവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്, എന്ത് ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അടുത്ത കേസ് ഓഡിറ്റ് മേ ഓൾസോ ഡിറ്റക്ട് ഫ്രോഡ് ഓർ ഇററോ. അതുപോലെ തന്നെ ഓഡിറ്റ് നടന്നു കഴിഞ്ഞാൽ കമ്പനിയിൽ എന്തെങ്കിലും ഫ്രോഡോ ഇററോ നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. ലാസ്റ്റ് പോയിന്റ് ആണ് ആൻ ഓഡിറ്റ് റിവ്യൂസ് എക്സിസ്റ്റൻസ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് വേരിയസ് കൺട്രോൾസ് ഓപ്പറേറ്റിംഗ് ഇൻ എനി എൻറ്റിറ്റി. ഹെൻസ് ഇറ്റ് ഈസ് യൂസ്ഫുൾ അറ്റ് പോയിന്റിങ് ഔട്ട് ഡെഫിഷ്യൻസീസ്. അതുപോലെ തന്നെ ഓഡിറ്റ് ചെയ്യുവാണെങ്കിൽ ആ കമ്പനിയിൽ എന്തൊക്കെ ഇന്റേണൽ കൺട്രോൾസ് നടക്കുന്നുണ്ട്, അത് പ്രോപ്പറായിട്ടാണോ നടക്കുന്നത്, അതിലെന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടോ എന്ന് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് മാനേജ്മെന്റിനോട് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഓഡിറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന
അഡ്വാൻറ്റേജസ്. ഫസ്റ്റ് അഡ്വാൻറ്റേജസ് യൂസറിൻ്റെ തലത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സെക്കൻഡ് തിങ് ഈസ് ഷെയർ ഹോൾഡറിൻ്റെ ലെവലിൽ ചിന്തിക്കണം. 3 എംപ്ലോയീസ്. ആൻഡ് ഫോർത്ത് വൺ ഈസ് ഗവൺമെൻറ്. സെക്കൻഡ് ലാസ്റ്റ് ലെൻഡേഴ്സിൻ്റെ കേസിൽ നമ്മൾ ചിന്തിക്കണം. ലാസ്റ്റ് 2 പോയിന്റ്സ് എന്താണ്, നമുക്ക് ഫ്രോഡോ ഇററോ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ക്ലയൻറ്റിൻ്റെ ഇൻറ്റേർണൽ കൺട്രോൾസ് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഓഡിറ്റ് മാൻഡേറ്ററി ഓർ വോളണ്ടറി എന്ന് ചോദിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ഓഡിറ്റ് ഈസ് ഓൾവേസ് ലീഗലി മാൻഡേറ്ററി. ഓഡിറ്റ് മാൻഡേറ്ററി ആണ് ഇല്ല. അതായത് ചില ലിമിറ്റ് ഉണ്ട്. ഓഡിറ്റ് ആർക്കൊക്കെ ആപ്ലിക്കബിൾ ആകും, കമ്പൽസറി ആയിട്ട് ആർക്കൊക്കെ വരും എന്നുള്ളത് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ചില കമ്പനീസൊക്കെ വോളണ്ടറിലി ആയിട്ട് അവർ ഓഡിറ്റ് ചെയ്യും. അല്ലാതെ ഓഡിറ്റിങ് മാൻഡേറ്ററി ഒന്നുമല്ല. പക്ഷെ ചില കമ്പനികൾക്ക് നിർബന്ധമായിട്ട് ഓഡിറ്റ് വേണം. പിന്നെ ഈ ഓഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചില അഡ്വാൻറ്റേജസ് ഒക്കെ കിട്ടുന്നതുകൊണ്ടാണ് വോളണ്ടറി ആയിട്ട് അവർ ഈ ഓഡിറ്റൊക്കെ ചെയ്യുന്നത്. ഇനി ഹു അപ്പോയിൻറ്റ്സ് ആൻ ഓഡിറ്റർ? ആരാണ് ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? സാധാരണയായിട്ട് ഓഡിറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്? ഓണേഴ്സാണ് ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇനി കേസ് ഓഫ് കമ്പനീസിൻ്റെ കേസിലാണെങ്കിൽ ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത് ആരാണ്? മെമ്പേഴ്സ് ആയിരിക്കും. അതായത് ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇനി ഗവൺമെൻറ് കമ്പനീസിൻ്റെ കേസാണെങ്കിൽ C&AG ആയിരിക്കും അപ്പോയിൻറ്റ് ചെയ്യുക. C&AG എന്ന് പറഞ്ഞാൽ എന്താ? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആയിരിക്കും ഗവൺമെൻറ് കമ്പനീസിൽ ഓഡിറ്റ് ചെയ്യുന്നത്. സാധാരണ ആരാണ്? ഓണേഴ്സാണ്. ഇൻ കേസ് ഓഫ് കമ്പനീസ് ഓൾസോ ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഗവൺമെൻറ് കമ്പനീസ് ആണ്, C&AG ആണ്. ഇനി ഫേമിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഈ ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത് ആരായിരിക്കും? പാർട്ട്നേഴ്സ് ഓഫ് ഫേം ആയിരിക്കും. അതായത് ആ ഫേമിൽ പാർട്ട്നേഴ്സ് ആയിരിക്കും. അല്ലാത്ത കേസിൽ എന്താണ്? ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ചില ടാക്സ് ലോസിനെയൊക്കെ ബേസ് ചെയ്ത് ഗവൺമെൻറ് അതോറിറ്റി ഒക്കെ ആയിരിക്കും. സോ അതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ ഈ കേസിൽ ടു ഹൂം റിപ്പോർട്ട് ഈസ് സബ്മിറ്റഡ് ബൈ ആൻ ഓഡിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡിറ്ററിനെ ആരാണോ അപ്പോയിൻറ്റ് ചെയ്യണത് ആ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആൾക്കാണ് നമ്മൾ റിപ്പോർട്ടും സബ്മിറ്റ് ചെയ്യേണ്ടത്. അതാണ് ഈ ഒരു കേസിൽ പറയുന്നത്. അതാണ് ആരാണോ ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് അവർക്കാണ് നമ്മൾ റിപ്പോർട്ട് ഓൾസോ സബ്മിറ്റ് ചെയ്യേണ്ടത്. അടുത്തത് അഷുറൻസ് എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ അഷുറൻസ് എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഷുറൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു ഉറപ്പ് കൊടുക്കുക. അപ്പം ഒരു പ്രാക്ടീഷണർ അഷുറൻസ് എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ എൻഗേജ്മെൻറ്റ് ഇൻ വിച്ച് എ പ്രാക്ടീഷണർ എക്സ്പ്രസ് ആൻഡ് കൺക്ലൂഷൻ designed to enhance the degree of confidence of the intended users. അതായത് ഒരു ഇൻറ്റൻഡഡ് യൂസേഴ്സ്, അതായത് നമ്മുടെ എഫേർട്സ് വായിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടാകുന്നവർ, ഇപ്പോൾ എന്തെങ്കിലും ഔട്ട്സൈഡേഴ്സിന് ഇൻറ്റൻഡഡ് യൂസേഴ്സിന് കോൺഫിഡൻസ് കൊടുക്കുന്നു. എന്ത്? നമ്മുടെ ഈ എഫേർട്സ് വായിച്ചിട്ട് പ്രാക്ടീഷണർ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുവാണെങ്കിൽ ഒരു ഉറപ്പ് കൊടുക്കുന്നു അവർക്ക്, ഇൻറ്റൻഡഡ് യൂസേഴ്സിന് അത് വായിച്ചിട്ട് ഒരു കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു പ്രൊസീജിയറിനെയാണ് അഷുറൻസ് എൻഗേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ്? അതർ ദാൻ ദ റെസ്പോൺസിബിൾ പാർട്ടി അബൌട്ട് ദി ഔട്ട്കം ഓഫ് ദി ഇവാലുവേഷൻ ഓഫ് മെഷർമെൻറ്റ് ഓഫ് സബ്ജക്ട് മാറ്റർ എഗെയിൻസ്റ്റ് ക്രൈറ്റീരിയ. അതായത് ഇവിടെ സബ്ജക്റ്റ് മാറ്റർ, അതായത് ചില ക്രൈറ്റീരിയനെ ബേസ് ചെയ്ത്, സബ്ജക്ട് മാറ്റർ എന്ന് ഉദ്ദേശിച്ചത് എന്താ? നമ്മുടെ എഫ് എസ് ആണല്ലോ നമ്മുടെ സബ്ജക്ട് മാറ്റർ. നമ്മുടെ സബ്ജക്റ്റ് മാറ്റർ ചില ക്രൈറ്റീരിയ, അതായത് നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡിനെ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്തേക്കുന്നത് എന്നൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഇൻറ്റൻഡഡ് യൂസേഴ്സിന് നമ്മളൊരു കൺക്ലൂഷൻ കൊടുക്കുകയാണ്, അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കുന്നതിനാണ് അഷുറൻസ് എൻഗേജ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. ഹിയർ practitioner gives an opinion about specific information due to which users of information are able to make confident decision, knowing well that the chance of becoming correct was diminished. അത് തന്നെ, അതായത് ഡിസിഷൻ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ ബേസ് ചെയ്ത് വേണം അവർക്ക് ഡിസിഷനൊക്കെ മേക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഈ എലമെൻറ്റ് ഓഫ് ആൻ അഷുറൻസ് എൻഗേജ്മെൻറ്റ്, ഒരു അഷുറൻസ് എൻഗേജ്മെൻറ്റിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? ഒരു അഷുറൻസ് എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ആരൊക്കെയുണ്ട്? ഇതൊരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പാണ്. അതായത് അതിൽ പ്രാക്ടീഷണർ എന്ന് പറയുന്ന ഒരാളുണ്ട്, റെസ്പോൺസിബിൾ പാർട്ടി ഉണ്ട്, അതുപോലെ തന്നെ ഇൻറ്റൻഡഡ് യൂസേഴ്സ്. ഈ 3 പേര് കൂടി ചേർന്ന ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ അഷുറൻസ് എൻഗേജ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഇൻറ്റൻഡഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ? നമ്മൾ റിപ്പോർട്ട് വായിക്കുന്നവർ, അത് യൂസ് ചെയ്യുന്നവർ. ഈ റെസ്പോൺസിബിൾ പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും? ക്ലൈൻറ്റ്, അതായത് നമ്മുടെ മാനേജ്മെൻറ്റ് എഫേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നവർ. പ്രാക്ടീഷണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് എന്താണ്? ഓഡിറ്റ് ചെയ്യുന്ന ആൾ, CA, പ്രാക്ടീഷണർ ആയിട്ടുള്ള CA നമ്മുടെ ഓഡിറ്ററാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓഡിറ്റേഴ്സ്. പ്രാക്ടീഷണർ എന്ന് വെച്ചാൽ
those who audit work ചെയ്യുന്ന ലൈക്ക് സി ആണ് പ്രാക്ടീഷണർ. An assurance engagement involves three parties ഉണ്ട്. Practitioner is a person who provides the assurance. അഷുറൻസ് കൊടുക്കുന്ന ഒരാളെയാണ് നമ്മൾ എന്ത് പ്രാക്ടീഷണർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The term practitioner is broader than auditor. ഓഡിറ്റർ എന്ന് പറയുന്ന വേർഡിനേക്കാളും ഒരു ബ്രോഡർ ആയിട്ടുള്ള ടേമാണ് പ്രാക്ടീഷണർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ എന്താണ് ഹിസ്റ്റോറിക്കൽ ഇൻഫോർമേഷൻസ്, അതായത് നേരത്തെ പണ്ട് നടന്ന കാര്യങ്ങളിലേക്കാണ് നമ്മൾ ചെക്ക് ചെയ്യണത്. പ്രാക്ടീഷണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് ഓഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ലൈക്ക് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കും, അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാര്യങ്ങൾ നോക്കും, അതായത് എല്ലാ കാര്യങ്ങളും നോക്കും. അതുകൊണ്ട് തന്നെയാണ് ഓഡിറ്റിനേക്കാൾ ഒരു ബ്രോഡർ ടേം നമ്മൾ പ്രാക്ടീഷണർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രാക്ടീഷണർ ചെക്ക് ദി, അല്ലെങ്കിൽ എന്താണ് ഹിസ്റ്റോറിക്കൽ ഇൻഫോർമേഷൻസ് ഒക്കെ ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ എന്താണ് ഒരു അഷുറൻസ് കൊടുക്കുന്ന ആളെയാണ് പ്രാക്ടീഷണർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹിസ്റ്റോറിക്കൽ ഇൻഫോർമേഷൻ നോക്കും, അതുപോലെ തന്നെയാണ് നേരത്തെ കാര്യങ്ങളും ഇപ്പോഴത്തെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്ന ആളെയാണ് നമ്മൾ പ്രാക്ടീഷണർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെസ്പോൺസിബിൾ പാർട്ടി റെസ്പോൺസിബിൾ പ്രിപ്പറേഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ. ഈ പ്രാക്ടീഷണർ ഓഡിറ്റർ ഒക്കെ ചെക്ക് ചെയ്യണത് എന്താണ്, നമ്മൾ സബ്ജക്ട് മാറ്റർ ആണ്, നമ്മുടെ FS ആണ് നമ്മൾ ചെക്ക് ചെയ്യണത്. ഈ സബ്ജക്ട് മാറ്റർ FS പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്, റെസ്പോൺസിബിൾ പാർട്ടി, അതാണ് ക്ലൈന്റ് എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോർ ഹൂം അഷുറൻസ് റിപ്പോർട്ട് ഇസ് പ്രിപ്പയർഡ്, നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ ഇതെല്ലാം വായിച്ച് നമ്മൾ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് അത് യൂസ് ചെയ്യുന്ന ആളെയാണ് ഇന്റർനെറ്റ് യൂസേഴ്സ് എന്ന് പറയുന്നത്. എന്നിട്ട് അത് വെച്ചാണ് അവർക്ക് ഡിസിഷൻസ് ഒക്കെ അവരെടുക്കുന്നത്. അപ്പം അവരെ ഡിസിഷനിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ കടമയാണ്. നമ്മൾ പ്രിപ്പയർ ചെയ്ത റിപ്പോർട്ടിനെ ബേസ് ചെയ്താണ് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അവരാണ് ഇന്റർനെറ്റ് യൂസേഴ്സ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻഗേജ്മെന്റ്, ഒരു അഷുറൻസ് എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 പേര് കൂടി ചേരുന്ന ഒരു പ്രോസസ്സാണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ആരൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, റെസ്പോൺസിബിൾ പാർട്ടി ഉണ്ട്, പ്രാക്ടീഷണർ ഉണ്ട്, ഇന്റർനെറ്റ് യൂസേഴ്സ് ഉണ്ട്. പിന്നെ അഷുറൻസ് എൻഗേജ്മെന്റിന്റെ എലമെന്റിന്റെ സെക്കൻഡ് പോയിന്റ് ആണ് ആൻഡ് അപ്രോപ്രിയേറ്റ് സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം പ്രാക്ടീഷണർ ചെയ്യണമെങ്കിൽ അവിടെ ഒരു സബ്ജക്ട് മാറ്റർ വേണം. സബ്ജക്ട് മാറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണത് എന്താണ്, FS. അപ്പോൾ FS ആണ് ഇതിലെ സബ്ജക്ട് മാറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിലെ ഇൻഫോർമേഷൻ നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഒപ്പീനിയൻ റിപ്പോർട്ട് കൊടുക്കും. സ്യൂട്ടബിൾ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എന്താ, they refer to benchmark used to evaluate subject matters. അതായത് FS മാനേജ്മെന്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ FS ചെക്ക് ചെയ്യുമ്പോൾ അതിൽ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണോ ആ FS പ്രിപ്പയർ ചെയ്തേക്കുന്നത്, അതിലെ റൂൾസ് ഗൈഡ് ലൈൻസ് റെഗുലേഷൻസ് ഒക്കെ ബേസ് ചെയ്തിട്ടാണോ ഈ റെസ്പോൺസിബിൾ പാർട്ടി ഈ സബ്ജക്റ്റ് മാറ്റർ പ്രിപ്പയർ ചെയ്തേക്കുന്നത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ആ ചില ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. അടുത്ത പോയിന്റാണ് സഫിഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ്. അതായത് ഒരു പ്രാക്ടീഷണർ അഷുറൻസ് എൻഗേജ്മെന്റ് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ സബ്ജക്റ്റ് മാത്രം നോക്കിയിട്ട് നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് എവിഡൻസ് തരുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതിനെ ബേസ് ചെയ്താണ് നമ്മൾ അഷുറൻസ് കൊടുക്കുക. അപ്പം ചില എവിഡൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തുന്നു, എന്നിട്ടാണ് നമ്മൾ ഒപ്പീനിയനിലേക്ക് എത്തുന്നത്. ഇവിടെ സഫീഷ്യൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്വാണ്ടിറ്റിനെ ബേസ് ചെയ്താണ്. അപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റിനെ ബേസ് ചെയ്താണ്. അതായത് ഈ ഓരോരുത്തർക്ക് കിട്ടുന്ന കാര്യങ്ങൾ, അതായത് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ്റെ സഫിഷ്യൻറ്റും ആയിരിക്കണം, അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റും ആയിരിക്കണം. അതായത് ക്വാണ്ടിറ്റി വൈസിലും ക്വാളിറ്റി വൈസിലും കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രമേ അതുകൊണ്ട് നമുക്ക് അഷുറൻസ് കൊടുക്കാനായിട്ട് സാധിക്കൂ. അപ്പോൾ നമുക്ക് സഫിഷ്യൻ്റായ തെളിവ്, അതായത് നമുക്ക് മതിയായോളം നമുക്ക് തെളിവ് വേണം. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇൻഫർമേഷനോ എവിഡൻസ് നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്കൊരു ഒപ്പീനിയനിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ എലമെന്റ് ഓഫ് അഷുറൻസ് എൻഗേജ്മെന്റിൽ ഇതെല്ലാം വരും. സഫിഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ഓൾസോ വേണം. പിന്നെ എന്താ റിട്ടൺ അഷുറൻസ് റിപ്പോർട്ട് ഇൻ അപ്രോപ്രിയേറ്റ് ഫോം. എന്താ, അതായത് റിപ്പോർട്ട് വെൻ റിട്ടൺ റിപ്പോർട്ട് ഈസ് പ്രൊവൈഡഡ് കണ്ടെയ്നിങ് കൺക്ലൂഷൻ that convey the assurance about അതായത് നമ്മൾ സബ്ജക്ട് മാറ്റർ ഒക്കെ നോക്കി നമ്മളത് അനലൈസ് ചെയ്ത് സഫിഷ്യൻ്റ് ആണോ അപ്രോപ്രിയേറ്റ് ആണോ എന്നൊക്കെ നോക്കി നമ്മൾ അതിനൊരു ഔട്ട്കം കൊടുക്കണം. നമ്മളത് ഔട്ട്കം കൊടുക്കുന്നത് എങ്ങനെയാണ്, നമ്മളതിനൊരു അഷുറൻസ് കൊടുത്ത് നമ്മളത് റിട്ടേൺ ആക്കി റിപ്പോർട്ട് ചെയ്യുന്നു. അതിനെയാണ് റിട്ടൺ അഷുറൻസ് എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും എന്താ, നമ്മളൊരു ഒപ്പീനിയൻ കൊടുക്കണം. ഒപ്പീനിയൻ കൊടുക്കുന്നത് എങ്ങനെയാണ്, റിട്ടേൺ ആയിട്ട് കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് ഇത് നമ്മൾ പഠിച്ച കാര്യം, അതായത് ഇതൊരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പാണ്. ലൈക്ക് എന്താ അഷുറൻസ് എൻഗേജ്മെന്റ്, അതൊരു അപ്രോപ്രിയേറ്റ് ആയിട്ട് സബ്ജക്ട് മാറ്റർ വേണം, അതൊരു സൂട്ടബിൾ ക്രൈറ്റീരിയനെ ബേസ് ചെയ്ത് വേണം നമ്മൾ ആ സബ്ജക്ട് മാറ്റർ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട്. അതായത് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, FS പ്രിപ്പയർ ചെയ്തേക്കുന്നത്
ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്, ചില സ്റ്റാൻഡേർഡ്സ് ലോ അനുസരിച്ചാണോ നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള എവിഡൻസ് അതിലുണ്ടോ, സഫീഷ്യൻ്റ് ആണോ, അത് അപ്രോപ്രിയേറ്റ് ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം നമ്മൾ അപ്രോപ്രിയേറ്റ് ഫോമിൽ ഒരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം, റിട്ടേൺ ആയിട്ട് അഷ്വറൻസ് ചെയ്ത് കൊടുക്കണം. ഇനി റിവ്യൂ, അതായത് ഓഡിറ്റും റിവ്യൂവും തമ്മിൽ എന്താണെന്നുള്ളത് പഠിച്ചു. ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും എന്താണ്, ഒരു റീസണബിൾ അഷുറൻസ് ആണ് കൊടുക്കുന്നത്. റീസണബിൾ അഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ഹൈ ലെവൽ ഓഫ് അഷുറൻസ് തരുന്നു. പക്ഷേ ഇൻ കേസ് ഓഫ് റിവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റഡ് അഷുറൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലിമിറ്റഡ് അഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ റീസണബിളിനേക്കാളും താഴെ, അതായത് ലോവർ ലെവൽ ഓഫ് അഷുറൻസ് ആണ് തരുന്നത്. സോ ഓഡിറ്റിനേക്കാൾ ലോവർ ലെവൽ ഓഫ് അഷുറൻസ് കൊടുക്കുന്ന ഒന്നാണ് റിവ്യൂ ചെയ്യുക, റിവ്യൂ എന്ന് പറയുന്നത്. പക്ഷെ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ലെവൽ ഓഫ് അഷുറൻസ് ആണ്, അതിന് നമ്മൾ എന്താ റീസണബിൾ അഷുറൻസ് എന്ന് പറയും. റിവ്യൂ ഇൻവോൾവ്സ് fewer procedures and gathers sufficient appropriate evidence on the basis of which limited conclusion can be drawn. റിവ്യൂ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, റിവ്യൂ ചെയ്യുമ്പോൾ കുറച്ച് പ്രൊസീജിയേഴ്സ് മാത്രമേ അതിൽ നടക്കുകയുള്ളൂ. കുറച്ച് പ്രൊസീജിയേഴ്സ് നടക്കുന്നുള്ളതുകൊണ്ട് തന്നെ എന്താണ്, ലിമിറ്റഡ് ലെവൽ ഓഫ് അഷുറൻസേ തരുന്നുള്ളൂ. അതുകൊണ്ട് ലിമിറ്റഡ് കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. ജസ്റ്റ് റിവ്യൂ ചെയ്യുന്നത് നമുക്ക് തന്നെ അറിയാം. നമ്മൾ ചുമ്മാ ഒരു ബുക്ക് എടുത്ത് പെട്ടെന്ന് റിവ്യൂ ചെയ്യുക, 2-3 പേജൊക്കെ മറിച്ച് നമുക്ക് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പോയിന്റ് കിട്ടും. നമ്മൾ ചില കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തുള്ളൂ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉറപ്പില്ല. പക്ഷേ നമ്മൾ ഒരു ബുക്ക് നല്ലോണം പഠിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ലെവൽ ഓഫ് അഷുറൻസ് കിട്ടും. ഇത് ഇന്ന കാര്യങ്ങൾ ഇതിലുണ്ട്, ഇന്നൊക്കെ കാര്യങ്ങൾ അതിലുണ്ട്, നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ജസ്റ്റ് റിവ്യൂ ചെയ്യുക എന്നുള്ള ഉദ്ദേശിക്കുന്നത് ലിമിറ്റഡ് ലെവൽ ഓഫ് അഷുറൻസ് ആണ്. അതുപോലെ തന്നെ കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ കുറച്ച് സ്റ്റെപ്സേ നമ്മളതിൽ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള ലോവർ ലെവൽ ഓഫ് അഷുറൻസേ റിവ്യൂ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങളിലേക്ക് എത്തും, അതുപോലെ തന്നെ ഹൈ ലെവൽ ഓഫ് അഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സോ both audit and review are related to a financial statement prepared on the basis of historical financial information ബേസ് ചെയ്താണ് രണ്ടും ക്രിയേറ്റ് ചെയ്യുന്നത്. പ്രിപ്പയർ ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷനെ ബേസ് ചെയ്യുന്നത്. രണ്ടും എഫ്എസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി എന്താണ് അടുത്ത റീസണബിൾ അഷുറൻസും ലിമിറ്റഡ് അഷുറൻസ് എൻഗേജ്മെൻറ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ചാർട്ടാണ്. നമ്മൾ മുമ്പ് പഠിച്ച റീസണബിൾ അഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ലെവൽ ഓഫ് അഷുറൻസ് ആണ്. പക്ഷേ ലിമിറ്റഡ് അഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ലെവൽ ഓഫ് അഷുറൻസ് ആണ്. റീസണബിളിന് എക്സാമ്പിൾ നമ്മൾ മുമ്പ് പഠിച്ചത് ഓഡിറ്റ്. ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീസണബിൾ ആയിരിക്കും. ലിമിറ്റഡിന് എക്സാമ്പിളാണ് റിവ്യൂ എൻഗേജ്മെൻറ്റ്. പിന്നെ ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണ്, ഈ ഓഡിറ്റ് ഞാൻ പറഞ്ഞു, ഓഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറേ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നുണ്ട്, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ഇലാബറേറ്റ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രൊസീജിയർ. വലിയ കാര്യങ്ങൾ ഒത്തിരി പ്രൊസീജിയർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് സഫിഷ്യൻ്റ് ആയിട്ടുള്ള എവിഡൻസ് കിട്ടും. പക്ഷേ ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് പ്രൊസീജിയേഴ്സേ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ നമുക്ക് റീസണബിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ലോ ലെവല് കിട്ടുന്നുള്ളൂ. അതുപോലെ തന്നെ എന്താ, അത്ര സഫിഷ്യൻ്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് കിട്ടുന്നില്ല. പിന്നെ ഇവിടെ റീസണബിളിൻ്റെ എക്സാമ്പിൾ പോയിൻ്റാണ്, ഇറ്റ്സ് ഷോസ് റീസണബിൾ കൺക്ലൂഷൻ ഉണ്ട് ബേസ് ഓൺ നമുക്ക് എവിഡൻസ് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് റീസണബിൾ ആയിട്ടുള്ള കൺക്ലൂഷനിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. റീസണബിൾ ആയിട്ടുള്ള അതുകൊണ്ട് തന്നെ അപ്രോപ്രിയേറ്റ് എവിഡൻസ് കിട്ടുന്നത് നമുക്ക് കുറേ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത് കൊണ്ടും. ഇവിടെ കുറേ പ്രൊസീജിയേഴ്സും ചെയ്യുന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, കുറച്ച് ലിമിറ്റഡ് കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുന്നു, നമുക്ക് ഒത്തിരി എവിഡൻസും കിട്ടുന്നില്ല. അതാണ് അത് തമ്മിലുള്ള ഒരു ഡിഫറൻസ്. അത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക, തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്. പിന്നെ താഴോട്ട് വരുമ്പോൾ ജസ്റ്റ് പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ എന്താണെന്നും ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ എന്താണെന്ന് പറയുന്നത്. ഈ പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് financial information based on assumption about events that may occur in the future, possible actions by an entity. പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഉദ്ദേശിക്കുന്നത് ആ ഫിനാൻഷ്യൽ ഇൻഫർമേഷനെ ബേസ് ചെയ്യുന്നത് അതായത് ഫ്യൂച്ചറിൽ, അതായത് വരും കാലങ്ങളിൽ ഭാവിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും അതിനെ ബേസ് ചെയ്ത് ചില അസംഷൻസ്, ചില ഇവൻറ്റ്സ് ഒക്കെ ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അതിനെ ബേസ് ചെയ്ത് ചില ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് ക്രിയേറ്റ് ചെയ്യും. പോസിബിൾ ആക്ഷൻസ് ബൈ ആൻ എൻറ്റിറ്റി, ഒരു എൻറ്റിറ്റി ഭാവിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിന് വേണ്ടി നമ്മൾ ചില അസംഷൻസ് ഒക്കെ ഉണ്ടാക്കും, അതിനെയാണ് പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഫോർകാസ്റ്റ് ചെയ്യുക, പ്രൊജക്ഷൻ ചെയ്യുക, കോമ്പിനേഷൻ ഓഫ് ഫോർകാസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ മുൻകൂട്ടി കാണുക, പ്രവചിക്കുക, ചില കാര്യങ്ങളൊക്കെ ഭാവിയിൽ ഇന്നൊക്കെ സംഭവിക്കും എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ. പക്ഷേ ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മുടെ എൻറ്റിറ്റിയിൽ പണ്ട് നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇക്കണോമിക് ഇവൻറ്റ്സ്, കണ്ടീഷൻസ്, സർക്കംസ്റ്റൻസസ് ഒക്വയറിങ് ഇൻ ദി പാസ്റ്റ് പീരിയഡ്. പണ്ട് നമ്മുടെ എൻറ്റിറ്റിയിൽ നടന്ന ഫിനാൻഷ്യൽ കാര്യങ്ങൾ, ഫിനാൻഷ്യൽ ഇൻഫോർമേഷനെയാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ എന്ന് പറയുക. പക്ഷെ നമ്മുടെ എൻറ്റിറ്റിയിൽ ഭാവിയിൽ ഇനി എന്തൊക്കെ നടക്കും, ഫ്യൂച്ചർ ഇവൻറ്റ്സിനെ പറ്റി പറയുന്നതാണ് പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ഇത് ഡിഫറൻസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. Former relates to information expressed in financial terms of an entity about economic events occurred in past period. പണ്ട് നടന്ന കാര്യങ്ങളെ പറ്റി പറയുന്നതാണ് ഹിസ്റ്റോറിക്കൽ ഇൻഫോർമേഷനും. ലേറ്റർ റിലേറ്റ് ടു, അതായത് ഭാവിയിൽ ചില കാര്യങ്ങൾ നടക്കും. ഒക്വറൻസ് ഓഫ് ഫ്യൂച്ചർ ഇവൻറ്റ്സിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ, ആക്ഷൻസിനെ പറ്റി പറയുന്നതാണ് നമ്മുടെ പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ കാല ഡേറ്റ ഹിസ്റ്ററി, ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താ, പഴയകാലം. ഇനി വരാൻ പോകുന്ന കാര്യമാണ് പ്രോസ്പെക്റ്റീവ്, വരാൻ പോകുന്ന ഭാവിയിലെ കാര്യങ്ങൾക്ക് പറയുന്നത്. അങ്ങനെ കൊടുക്കുന്ന ഇൻഫോർമേഷൻ ആണ് അത് രണ്ടും. അടുത്ത ജസ്റ്റ് എന്താ, അഷുറൻസ് എൻഗേജ്മെന്റിന്റെ എക്സാമ്പിൾ, ടൈപ്പ് ഓഫ് അഷുറൻസ് എൻഗേജ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക. ഇതിന്റെ ഈ മുകളിൽ കൊടുത്തേക്കുന്ന ഇത് തന്നെ, അത് തന്നെയാണ് സെയിം. അതായത് ഓഡിറ്റർക്ക് not in a position to express an opinion whether the results shown in the prospective financial information will be achieved. എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചു പ്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഇവൻ്റ് ആണ് അല്ലേ. അപ്പം ഓഡിറ്റർക്ക് എഫ്എസ് വായിച്ചിട്ട് ഫ്യൂച്ചറിൽ ഇന്ന കാര്യങ്ങൾ നടക്കും എന്ന് പറയാനായിട്ട് അഷുർ ചെയ്യാനായിട്ട് പറ്റത്തില്ലേ. ആക്ച്വലി ഈ only have to express an opinion. പുള്ളിക്ക് ഇന്ന കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ ഭാവിയിൽ ഇന്ന കാര്യം നടക്കും നമുക്ക് അഷുറൻസ് ചെയ്യാൻ പറ്റുമോ, ഇല്ല, ഒരിക്കലില്ല. അപ്പം പുള്ളിക്ക് ഇങ്ങനെ പറയാം, ഭാവിയിൽ ഇന്ന കാര്യങ്ങളൊക്കെ നടക്കാം, ക്ലയൻറ്റ് തന്ന ഇൻഫോർമേഷന് കറക്റ്റ് ആകാം എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ 100% ഉറപ്പ് പറയാൻ പറ്റത്തില്ല. എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ വെദർ ഇറ്റ്സ് ഈ ഇൻഫോർമേഷനൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാം. അതാണ് ആ ഒരു ഹെഡിങ്ങിൽ പറയുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ക്വാളിറ്റീസ് ഓഫ് ഓഡിറ്റേഴ്സ്. അതായത് ഓഡിറ്റേഴ്സ് എന്തൊക്കെ ക്വാളിറ്റി വേണം നമുക്കൊക്കെ അറിയാം. സാധാരണയായിട്ട് എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങൾ എന്താ, നമുക്കെന്താ, ഇൻറ്റിഗ്രിറ്റി വേണം, നമുക്ക് ഡിസിഷൻ എടുക്കണം, നമുക്ക് പേഷ്യൻസ് വേണം, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇതിൽ മെയിൻലി പറയുകയാണെങ്കിൽ ചില പേഴ്സണൽ ക്വാളിറ്റീസ് ഒക്കെ നമുക്ക് വേണം. അതായത് എന്താണ്, ചില പേഴ്സണൽ നല്ല ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഓഡിറ്റർ ആയിട്ടിരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. മെയിൻലി പറയുകയാണെങ്കിൽ നമുക്ക് എന്താ, ഡിഗ്രി ഓഫ് ഇൻറ്റിഗ്രിറ്റി വേണം, നമുക്ക് എന്താ സത്യസന്ധമായിട്ട് ഈ നിൽക്കണം, അതുപോലെ നമുക്ക് ഇൻഡിപെൻഡൻസ് വേണം, പിന്നെന്താണ് നമുക്കൊരു പൊസിഷൻ ട്രസ്റ്റ് വേണം. നമ്മൾ നല്ല രീതിയിലൊക്കെ ചെയ്താൽ മാത്രമേ മറ്റുള്ളവർക്ക് നമ്മളിലൊരു ട്രസ്റ്റ് ഉണ്ടാകാൻ സാധിക്കുള്ളൂ. എന്നാൽ മാത്രമേ നമ്മളിലൊരു വിലയും കാണുള്ളൂ. നമുക്ക് ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ ക്വാളിറ്റീസ് ഒക്കെ വേണം. ലൈക്ക് എന്താണ്, അതുപോലെ തന്നെ നമുക്ക് പ്രൊഫഷണൽ ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും വേണം. CA ഒക്കെ പഠിച്ച് വരുമ്പോൾ ഓൾറെഡി നമുക്ക് നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ക്വാളിറ്റീസും വേണം. നല്ല ക്വാളിറ്റീസ്, നല്ല നോളേജ്, എക്സ്ഹോസ്റ്റീവ് ആയിട്ടുള്ള നോളേജ്, ക്രിട്ടിക്കലി റിവ്യൂ ചെയ്യാനും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് എങ്ങനെയാണെന്ന് നമുക്ക് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വലിയ എക്സ്പേർട്ട് അല്ലെങ്കിലും നമുക്ക് നമ്മുടേതായ രീതിയിൽ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുള്ള നോളേജും നമ്മൾ അതൊക്കെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാനും ഒക്കെ വേണം. സോ അതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റീസ് ഒക്കെ വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്, എൻഗേജ്മെൻറ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ സ്റ്റാൻഡേർഡ്സ്. അതായത് ചില സ്റ്റാൻഡേർഡ്സുകളെ പറ്റി. ഫോളോവിങ് സ്റ്റാൻഡേർഡ് ഇഷ്യൂഡ് അണ്ടർ അതോറിറ്റി ഓഫ് ICA കൗൺസിൽ കളക്റ്റീവ് നോൺസ് എൻഗേജ്മെൻറ്റ്. ചില എൻഗേജ്മെൻറ്റ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ SA എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഓഫ് ഓഡിറ്റിംഗ്. അതായത് നമ്മൾ ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫോർമേഷനൊക്കെ ഓഡിറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് SA ആണ്. SRE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്റ്റാൻഡേർഡ് ഓഫ് റിവ്യൂ എൻഗേജ്മെൻറ്റ്. അതായത് റിവ്യൂ, ഹിസ്റ്റോറിക് ഇൻഫോർമേഷനെ റിവ്യൂ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് SRE ആണ്. SAE Standard on Assurance Engagement which apply in assurance engagement other than audit and review of history. ഇത് രണ്ടും ചെയ്യാത്ത കേസിൽ നമ്മൾ അഷുറൻസ് കൊടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന എൻഗേജ്മെൻ്റ് ആണ് സ്റ്റാൻഡേർഡ് ഓൺ അഷുറൻസ് എൻഗേജ്മെൻറ്റ്. SRS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ്സ് ഓൺ റിലേറ്റഡ് സർവീസ്. അതായത്
which apply and agreed upon procedures to information compilation, engagement and other related services. റിലേറ്റഡ് സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ്. അപ്പോൾ അത് ഈ 4 സ്റ്റാൻഡേർഡ്സ് ആണ് മെയിൻലി ICAI ഇഷ്യൂ ചെയ്തേക്കുന്ന സ്റ്റാൻഡേർഡുകളാണ്. നമ്മൾ ഏതൊക്കെ സ്റ്റാൻഡേർഡ് അപ്പോൾ ഉപയോഗിക്കണം? SA സ്റ്റാൻഡേർഡ് ഓഫ് ഓഡിറ്റർ, സ്റ്റാൻഡേർഡ് ഓഫ് റിവ്യൂ എൻഗേജ്മെൻറ്റ്, സ്റ്റാൻഡേർഡ് ഓഫ് അഷുറൻസ് എൻഗേജ്മെൻറ്റ്, സ്റ്റാൻഡേർഡ് ഓഫ് റിലേറ്റഡ് സർവീസസ്. പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഏതാ? മെയിൻലി പറയുകയാണെങ്കിൽ അത് പിന്നെ ഓരോ സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്ത് ജസ്റ്റ് നിങ്ങൾ റീഡ് ചെയ്യുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വൈ ആർ സ്റ്റാൻഡേർഡ് നീഡ്. എന്തുകൊണ്ടാണ് ഈ സ്റ്റാൻഡേർഡുകളുടെ ആവശ്യം എന്താണ്, എന്തുകൊണ്ട് ഇതിൻ്റെയൊക്കെ ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ്, സ്റ്റാൻഡേർഡ് എൻഷുർ ക്യാരിങ് ഔട്ട് ഓഫ് ഓഡിറ്റ് എഗെയിൻസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് ബെഞ്ച്മാർക്ക് അറ്റ് പാർ വിത്ത് ദ ഗ്ലോബൽ പ്രാക്ടീസസ്. അതായത് നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഓഡിറ്റ് ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ എല്ലാവരും തോന്നിയ പോലെ ഓഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ഒരു സ്റ്റാൻഡേർഡ് ലെവലിൽ ഒരു ഓഡിറ്റ് പ്രൊസീജിയർ, ഓഡിറ്റ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്താൽ എല്ലാവരും അതനുസരിച്ച് വേണം ഓഡിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഓഡിറ്റ് ചെയ്യുവാണെങ്കിൽ യൂണിഫോമിറ്റ്ലി സെയിം ആവും. അപ്പോൾ നമുക്ക് ഗ്ലോബലി ഇൻ്റർനാഷണൽ ലെവലിൽ ഓഡിറ്റ് ചെയ്യുമ്പോൾ അവരുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റാൻഡേർഡ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ എല്ലാവരും ഓരോ രീതിയിൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കമ്പാരിസൺ പോലും നടത്താൻ പറ്റത്തില്ല. സോ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ നടക്കുന്ന രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, സ്റ്റാൻഡേർഡ്സ് ഉണ്ടെങ്കിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിൻ്റെ ക്വാളിറ്റി ഒക്കെ കൂട്ടും. കാരണം നമ്മൾക്കിപ്പം ഓഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെ വേണം നമ്മളത് റിപ്പോർട്ട് ചെയ്യുക, പ്രസൻറ്റ് ചെയ്യുക എന്നൊരു ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് നമുക്ക് പറഞ്ഞു തരുവാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അത് വായിക്കുന്നവർക്ക്, ആ യൂസേഴ്സിനൊക്കെ നല്ല രീതിയിൽ ഡെലിജൻ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാനൊക്കെ സഹായിക്കും. അപ്പോൾ സ്റ്റാൻഡേർഡ്സ് എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്കൊരു ക്വാളിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. അടുത്തെന്താണ്? സ്റ്റാൻഡേർഡ് പ്രൊമോട്ട് യൂണിഫോമിറ്റി ആ സോർട്ട് ഓഫ് എഫേർട്സ് ക്യാരിഡ് ഫോളോവിങ്. അതുപോലെ തന്നെ എല്ലാവരും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ എല്ലാവരും ആ സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തിട്ട് അതനുസരിച്ച് ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും ഒരു യൂണിഫോമിറ്റി കിട്ടും, എല്ലാവരും ഒരുപോലെയാവും. ഇല്ലെങ്കിൽ എല്ലാവരും ഓരോ തോന്നിയ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. പിന്നെന്താണ്? സ്റ്റാൻഡേർഡ് ഒക്കെ പ്രൊഫഷണൽ അക്കൗണ്ടൻസ് വിത്ത് പ്രൊഫഷണൽ നോളജ് ആൻഡ് സ്കിൽസ്. അതായത് ഇത്രയുള്ള നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മൾ പ്രൊഫഷണൽ രീതിയിൽ നോളജ് അക്വയർ ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ആ പ്രൊഫഷണൽ രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ എല്ലാത്തിനും ഒരു ഒരുമയില്ലാതെ ഒരു രീതിയായിപ്പോൾ. സോ നമുക്ക് പ്രൊഫഷണൽ നോളേജ് കിട്ടും, പ്രൊഫഷണൽ അക്കൗണ്ടൻസ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും നല്ല സ്റ്റാൻഡേർഡോട് കൂടി. പിന്നെ സ്റ്റാൻഡേർഡ് എൻഷുർ ഓഡിറ്റ് ക്വാളിറ്റി. ഇത് തന്നെയാണ് മെയിൻ. സ്റ്റാൻഡേർഡിൻ്റെ മെയിൻ റീസൺ എന്താണ്? നമുക്കൊരു ക്വാളിറ്റി കൊണ്ടുവരിക, നല്ല പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ എൻഷുർ ഓഡിറ്റ് ക്വാളിറ്റി. അടുത്ത ഡ്യൂട്ടീസ് ഇൻ റിലേഷൻ ടു എൻഗേജ്മെൻറ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ സ്റ്റാൻഡേർഡ്സ്. ഇതിലെ മെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം ചില സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് പറഞ്ഞ രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഓഡിറ്റിംഗ് പ്രൊസീജിയേഴ്സ് ചെയ്യുക. സ്റ്റാൻഡേർഡിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, നമ്മൾ ഓൾട്ടർനേറ്റീവ് പ്രൊസീജിയർ യൂസ് ചെയ്യുക. ഓൾട്ടർനേറ്റീവ് പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന് വരുന്ന ഓൾസോ റീസൺ ഫോർ ഡിപ്പാർട്സ്, നമ്മൾ അങ്ങനെ ചെയ്യാനുള്ള റീസൺ പറയുക. അതുപോലെ തന്നെ ആ കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യുക, ആ കാര്യം നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുക. ഓൾട്ടർനേറ്റീവ് പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിന് വരുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. ആ റിപ്പോർട്ടിൽ നമ്മൾ അത് കാര്യം ഡിസ്ക്ലോസ് ചെയ്യുക. ഇതുള്ള ജസ്റ്റ് ഡ്യൂട്ടീസ് ഇൻ റിലേഷൻ ടു എൻഗേജ്മെൻറ്റ് ക്വാളിറ്റി കൺട്രോൾ സ്റ്റാൻഡേർഡ്സിനെ പറ്റി പറയണത്. അതൊക്കെ തന്നെയാണ് ജസ്റ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. വിത്തിൻ 1 hour കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇനി ഒന്ന് റിവിഷൻ ചെയ്യുക. സോ താങ്ക് യു.